ഹലോ, ഗുഡ് ഈവനിങ്. ആർക്കെങ്കിലും ഇന്ന് കാണാൻ പറ്റുന്നുണ്ടോ? വോയിസ് ഓക്കെ ആണെന്ന് മെസ്സേജ് ചെയ്യുമോ അല്ലേ ആരെങ്കിലും? ഹലോ. ആൾക്കാർ വന്നു തുടങ്ങി. വോയിസ് ഓക്കെ ആണോ? എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടോ? വീഡിയോ ക്ലാരിറ്റി ഓക്കെ ആണോ? ഓക്കെ, താങ്ക് യു മിനിജ സിസ്റ്റർ. ഒരു 2-3 മിനിറ്റ്സ് കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാം, ആൾക്കാരൊന്ന് ജോയിൻ ചെയ്തോട്ടെ. ആൾക്കാരൊക്കെ ജോയിൻ ചെയ്ത് തുടങ്ങി. ഒരു 2 മിനിറ്റ്സ് കൂടി വെയിറ്റ് ചെയ്യാവേ. ഓക്കെ, 8 ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് 30 മെമ്പേഴ്സ് നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പതുക്കെ സ്റ്റാർട്ട് ചെയ്യാം. എന്നെ അറിയത്തില്ലാത്തവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണ്. എൻ്റെ പേര് അഞ്ജു ജേക്കബ്. ഞാൻ നാട്ടിൽ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നാണ് വരുന്നത്. ഇവിടെ വന്നിട്ട് ഏകദേശം 3-3.5 വർഷമാവുന്നു. ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് കിങ്സ് കോളേജ് ഹോസ്പിറ്റലിൽ കാത്ത് ലാബിൽ ബാൻഡ് 6 നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. ഇവിടെ 2017 ഞാൻ വന്നത്. ബാൻഡ് 5 ആയിട്ട് കാത്ത് ലാബിൽ ജോയിൻ ചെയ്തു. നാട്ടിലും എനിക്ക് കാത്ത് ലാബ് എക്സ്പീരിയൻസ് ആണുള്ളത്. അതുകൊണ്ട് മറ്റൊരു വാർഡിലും ഞാൻ ഗ്രാജുവേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടില്ല. സോ ഓൾ ഐ നോ ഇസ് അബൌട്ട് കാത്ത് ലാബ്. അപ്പം നമുക്ക് ഇന്ന് ഞാൻ ഈ വീഡിയോ സെഷനിൽ മീറ്റ് ആൻഡ് ഗെയിൻ ലൈവ് വീഡിയോ സീരീസിൻ്റെ ഭാഗമായിട്ട് പറയാൻ പോകുന്നത് വാട്ട് ഈസ് എ കാത്ത് ലാബ്, അവിടെ ഒരു നേഴ്സിൻ്റെ റോൾ എന്താണ് അവിടുത്തെ കാത്ത് ലാബിൽ, പിന്നെ എന്തൊക്കെ പ്രൊസീജിയേഴ്സാണ് ചെയ്യുന്നതെന്നൊന്ന് ഞാൻ ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഒരു കരിയർ ഡെവലപ്മെൻറ്റിന് വേണ്ടി എസ്പെഷ്യലി അത് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഇവിടെ പുതുതായിട്ട് വന്നിട്ടുള്ള നേഴ്സസിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ജൂനിയർ ബാൻഡ് 5, സീനിയർ ബാൻഡ് 5 ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് അവരൊരു ബാൻഡ് 6 ജോബിലേക്ക് അവർ നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എന്തൊക്കെ ടിപ്സ് കൊടുക്കാൻ പറ്റും, ഇതിനെപ്പറ്റി ഒരു കരിയർ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഇത്രയും കാര്യങ്ങൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഹോപ്പ്ഫുള്ളി ഐ വിൽ ഫിനിഷ് വെരി സൂൺ. കാത്ത് ലാബിൽ കാത്ത് ലാബ് എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർക്ക് എന്താണ് അവിടെ ചെയ്യുന്നതെന്നൊരു ഡൗട്ടുണ്ട്. അവിടെ കാത്ത് ലാബ് എന്ന് വെച്ചാൽ വെരി മിനിമലി ഇൻവേസീവ് ആയിട്ടുള്ള പ്രൊസീജിയർ, കാർഡിയാക് പ്രൊസീജിയർ ചെയ്യുന്ന ലബോറട്ടറീസ് ആണ്. ഇറ്റ് ഈസ് ലൈക്ക് തിയേറ്റേഴ്സ് ബട്ട് വി ഡോണ്ട് ഡു വെരി ഇൻവേസീവ് പ്രൊസീജിയേഴ്സ് ഇൻ ദാറ്റ്. സോ 2 ടൈപ്പിലുള്ള കാത്ത് ലാബ് ഉണ്ട് പൊതുവിൽ. ഒന്ന് നേഴ്സ് ലെഡ് കാത്ത് ലാബ് ഉണ്ട്. അവിടെ നേഴ്സസ് ആയിരിക്കും അവിടെ ലീഡ് ചെയ്യുന്നത്. അവിടെ ഡോക്ടേഴ്സ്, റേഡിയോഗ്രാഫേഴ്സ്, കാർഡിയാക് ഫിസിയോളജിസ്റ്റ്, അതുപോലെ തന്നെ മറ്റ് മൾട്ടി ഡിസിപ്ലിനറി ടീമായിട്ട് ജോയിൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. അവിടെ നേഴ്സായിരിക്കും ആ ടീമിനെ ലീഡ് ചെയ്യുന്നത്. അവരായിരിക്കും ആ ഡിപ്പാർട്ട്മെൻറ്റ് കോർഡിനേറ്റ് ചെയ്യുന്നത്. എന്തെങ്കിലും രീതിയിൽ അവിടുത്തെ കാര്യങ്ങളിൽ മാറ്റം വരുത്തണമെങ്കിൽ ഈച്ച് ആൻഡ് എവറി പേഴ്സൺ ഹാവ് ടു ഗോ ടു ദ നഴ്സ് ഇൻ ചാർജ് ആൻഡ് ഗെറ്റ് ദ പെർമിഷൻ ടു ചേഞ്ച്.
അപ്പം അവരാണ് അവിടെ എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത്. നമ്മൾ നാട്ടിൽ ഞാൻ വർക്ക് ചെയ്ത കാത്ത് ലാബ് ഇറ്റ് വാസൻറ്റ് എ നഴ്സ് ലെഡ് കാത്ത് ലാബ്. അവിടെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അക്കോർഡിംഗ് ടു ദി ഡോക്ടേഴ്സ് ഇൻസ്ട്രക്ഷൻ നമ്മൾ ചെയ്യുന്നു. അവർ ചോദിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കുന്നു. അതിവിടെ നമുക്കൊരു കമാൻഡിങ് പവർ നമുക്കവിടെ കുറവാണ്. അതാണ് 2 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കാത്ത് ലാബ്. സോ ഐ വാസ് വെരി ലക്കി ടു ജോയിൻ എ നഴ്സ് ലെഡ് കാത്ത് ലാബ് ഇൻ കിങ്സ്. പിന്നെ ഒരു വെരി ഫാസ്റ്റ് പേസിങ് എൻവയോൺമെൻ്റ് ആണ് ഒരു കാത്ത് ലാബിൽ. അവിടെ പ്രൊസീജിയേഴ്സ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ടേൺ ഓവർ ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്ര പേഷ്യൻസ് ഒരു ദിവസം നമ്മൾ ചെയ്ത് തീർക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ അത് നമ്പർ ഓഫ് കേസസ് ഔട്ട് പേഷ്യൻസ് ആയിട്ട് വരുന്നവരാണ്. അവരെ ചെയ്യാതെ ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ വേറെയാണ്. സോ ഒരു ക്വിക്ക് ടേൺ ഓവർ ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഫാസ്റ്റ് പേസിങ് എൻവയോൺമെൻ്റ് ആണ്. സോ ഒരു നഴ്സ് ലെഡ് കാത്ത് ലാബിൽ എന്തൊക്കെയാണ് ഒരു നഴ്സിൻ്റെ റോൾ? അവിടെ ഞാൻ പറഞ്ഞതുപോലെ ഡിപ്പാർട്ട്മെൻറ്റ് കോർഡിനേറ്റ് ചെയ്യുന്നത് നഴ്സാണ്. ദേ വിൽ ബി എ കോർഡിനേറ്റർ അലൊക്കേറ്റഡ് ഫോർ ദ ഡേ. ഈച്ച് ആൻഡ് എവറി ഡേ അത് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം നമുക്ക് എല്ലാവർക്കും എക്സ്പീരിയൻസ് കിട്ടേണ്ടത് കൊണ്ട് അവിടെ ഓരോ ആൾക്കാരെ ആയിരിക്കും ഓരോ ദിവസം ഇൻചാർജ് ആയിട്ട് ഇടുന്നത്. മെയിൻലി ദേ ഫോക്കസ് ഓൺ സീനിയർ ബാൻഡ് 5s ആൻഡ് ബാൻഡ് 6s. സീനിയർ ബാൻഡ് 5നെ അവർ ഇൻചാർജ് ആക്കുന്ന വെച്ചാൽ ദേ വിൽ ബി ബഡീഡ് അപ്പ് വിത്ത് എ ബാൻഡ് 6. അവർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ ഒരു ബാൻഡ് 6 അവർക്കൊരു ഹെൽപ്പിന് വേണ്ടിയിട്ട് കാണും. ആ രീതിയിലാണ് അവിടെ നമ്മുടെ ഒരു നഴ്സ് ഇൻചാർജ് ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ രാവിലെ നമ്മൾ പ്രൊസീജിയറിന് വരുമ്പോൾ ഒരു 8 o'clock to 6 o'clock ആണ് നോർമൽ ഷിഫ്റ്റ് കാത്ത് ലാബിൽ. അതല്ലാതെ ഒരു ലേറ്റ് ഷിഫ്റ്റ് ഉണ്ട് സ്റ്റാർട്ടിങ് ഫ്രം 10 o'clock ആൻഡ് ഫിനിഷിങ് അറ്റ് 8 o'clock. അവിടെ നമ്മൾ രാവിലെ പേഷ്യൻസ് വരും. നമുക്ക് ഔട്ട് പേഷ്യൻസ് ഇലക്റ്റീവ് കേസസ് വരുന്നവരെ അഡ്മിഷൻ തൊട്ട് അവരുടെ ഡിസ്ചാർജ് കാര്യങ്ങൾ എല്ലാം വരെ നമ്മൾ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെയാണ് ചെയ്യുന്നത്. അവിടെ വേറൊരു സ്ഥലത്തേക്കും ആ പേഷ്യൻസ് പോകുന്നില്ല. ഈ അഡ്മിഷൻ ഡിസ്ചാർജ് പ്രൊസീജിയറിന് വേണ്ടി എവറിത്തിങ് ഈസ് ഡൺ ഇൻ കാത്ത് ലാബ്. സോ അവർ വന്നു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ഓരോ പ്രൊസീജിയറിന് വേണ്ടി ചെക്ക് ലിസ്റ്റ് റെഡിയാക്കുക, അവരുടെ മെഡിക്കേഷൻസ് റിവ്യൂ ചെയ്യുക, അതുപോലെ തന്നെ ഡോക്ടേഴ്സിനെ അവരുടെ ബിഫോർ പ്രൊസീജിയർ അവർക്കൊരു ക്യാനില്ല ബ്ലഡ്സ് വേണമെങ്കിൽ അത് നമ്മൾ സെൻഡ് ചെയ്യുക. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ രാവിലെ ഒരു 8 o'clock to 9 o'clock ഇറ്റ് ഈസ് എ പ്രിപ്പറേഷൻ ടൈം ഫോർ ദ പേഷ്യൻറ്റ് ആൻഡ് ഫോർ ദ ഹോൾ ഡിപ്പാർട്ട്മെൻറ്റ്. അങ്ങനെ നമ്മൾ പ്രീ അസസ് ചെയ്യുന്നത് ഈ ഓരോ ദിവസം വരുന്ന പേഷ്യൻസിൻ്റെ ലിസ്റ്റ് നമ്മൾ എ വീക്ക് ബിഫോർ നമ്മൾ പ്രീ അസസ് ചെയ്യും. പേഷ്യൻസിനെ ഓരോരുത്തരെയും ഫോണിൽ വിളിച്ച് അവർക്ക് ഡേറ്റ് ഓക്കെ ആണോ, അവരുടെ അപ്പോയിൻമെൻറ്റ് നമ്മൾ കൺഫേം ചെയ്യും. അതുപോലെ തന്നെ അവരുടെ മെഡിക്കേഷൻസ്, ഏതെങ്കിലും രീതിയിലുള്ള മെഡിക്കേഷൻസ് അവർ പ്രൊസീജിയറിന് വേണ്ടി സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതെല്ലാം പ്രീ അസസ്മെൻറ്റിൻ്റെ സമയത്താണ് നേഴ്സസാണ് അതെല്ലാം ചെയ്യുന്നത് ഇവിടെ. അപ്പോൾ ഇതുപോലെ ഞാൻ മെഡിക്കേഷൻസിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ പേഷ്യൻസ് സേഫ്റ്റി എൻഷുർ ചെയ്യുന്നതിന് കുറച്ച് ഭാഗമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണത്. ഈ പ്രൊസീജിയറിന് വരുമ്പം ബ്ലീഡിങ് റിസ്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണക്കിലെടുത്ത് നമ്മൾ അന്വേഷിക്കണം. പേഷ്യൻസ് ഇഫ് ദെയർ ഓൺ എനി ബ്ലഡ് തിന്നിങ് ടാബ്ലറ്റ്സ് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ, വോർഫറിൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അപ്പിക്സബാൻ, റിവറോക്സബാൻ അങ്ങനെ ബ്ലഡ് തിന്നിങ് ടാബ്ലറ്റ്സ് എടുക്കുന്ന പേഷ്യൻസ് അവരോടത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് 2 to 3 days ബിഫോർ അത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ആവശ്യപ്പെടും. സർട്ടൺ എക്സെപ്ഷൻസ് ഉണ്ട്. പേഷ്യൻസിന് മെറ്റാലിക് വാൽവ് ഒക്കെ ഇംപ്ലാന്റേഷൻ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ അവരുടെ അടുത്ത് ബ്ലഡിൻ്റെ മെഡിക്കേഷൻസ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അവരോട് നമ്മൾ അത് ഡെൽറ്റപ്പാരൻ, എനോക്സപ്പാരൻ മെഡിക്കേഷനിലോട്ട് ബ്രിഡ്ജിങ്ങിന് വേണ്ടിയിട്ട് അവരെ റെഫർ ചെയ്യാറ്. അത് കൂടാതെ ഇതുപോലെ തന്നെ ചില പേഷ്യൻസിന് പ്രൊസീജിയറിന് ശേഷം നമുക്ക് ബെഡ് റിക്വയർമെൻറ്റ് വരുന്നുണ്ട്. കോംപ്ലെക്സ് PCI, കോംപ്ലെക്സ് ആൻജിയോപ്ലാസ്റ്റീസ് കഴിയുന്ന പേഷ്യൻസിന്. അതുപോലെ തന്നെ ഇതുപോലെ ഡിവൈസ് ഇംപ്ലാന്റേഷൻ, കോംപ്ലെക്സ് ആയിട്ട് 3ഉം 4ഉം ലീഡൊക്കെ ഇട്ടുള്ള CRTD പോലുള്ള ഇംപ്ലാന്റേഷൻസ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ദിവസം ഒബ്സർവേഷന് വേണ്ടിയിട്ട് പേഷ്യൻസിനെ കീപ്പ് ചെയ്യും. അതുപോലെ തന്നെ വീട്ടിൽ പോകാൻ പ്ലാൻ ആയിട്ടിരുന്ന പേഷ്യൻസ് ഇഫ് ദർ ഇസ് എനി കോംപ്ലിക്കേഷൻസ് ഡ്യൂറിങ് പ്രൊസീജിയർ നമ്മൾ അവരെ ഒബ്സർവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ ഇൻ പേഷ്യൻസ് ആയിട്ട് കീപ്പ് ചെയ്യാറുണ്ട്. സോ മെയിനായിട്ട് കാത്ത് ലാബിൽ നമ്മൾ ഇതുപോലെ ലാബിൻ്റെ റിക്വയർമെൻറ്റ്സ്, അതായത് സ്റ്റോക്ക് മാനേജ്മെൻറ്റ് നേഴ്സസ് ആണ് ചെയ്യുന്നത്. ഇപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് എക്യുപ്മെൻറ്റ്സ് ആവശ്യമുള്ള ഒരു സ്ഥലമാണ്. അതായത് ഈച്ച് ആൻഡ് എവറി പേഷ്യൻസ് വി ആർ യൂസിങ് ന്യൂ. നമ്മൾ നാട്ടിലെ പോലെ റീയൂസിങ്, സ്റ്റെറിലൈസ് ചെയ്ത് റീയൂസ് ചെയ്യുന്നൊരു രീതി ഇവിടെ ഇല്ല. സോ ഈച്ച് ആൻഡ് എവറിത്തിങ് ഈസ് ന്യൂ. അതുപോലെ തന്നെ എല്ലാം എക്സ്പെൻസീവ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ആണ്. ഈവൻ സ്റ്റെൻസ്, ബലൂൺസ്, എവറിത്തിങ് ദാറ്റ് വി യൂസ് ഇൻ കാത്ത് ലാബ് ഇറ്റ്സ് റിയലി എക്സ്പെൻസീവ്. സോ അത് അൺനെസസറിലി ഓപ്പൺ ചെയ്യാതെ, NHS ആണ് നമ്മൾ, വി ഡോണ്ട് ഹാവ് ടു കീപ്പ് എ റെക്കോർഡ് ഫോർ വാട്ട് എവർ വി ആർ ഓപ്പണിംഗ്, ബട്ട് സ്റ്റിൽ വി ഹാവ് ടു ബി റെസ്പോൺസിബിൾ ഇൻ what we are giving to
just wait for the doctor's instruction what they need for the procedure before you open anything. അങ്ങനെ എനിക്കൊരു കോസ്റ്റ് മാനേജ്മെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ബാൻഡ് 6 നേഴ്സ് എന്നുള്ള രീതിയിൽ യു ഹാവ് ടു ബി റെസ്പോൺസിബിൾ ഫോർ. അതാരും പറഞ്ഞു തരത്തില്ല യു ആർ റെസ്പോൺസിബിൾ, പക്ഷെ ആ ഒരു സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി നമുക്ക് തന്നെ ഉണ്ടാവേണ്ടതാണ്. നമ്മുടെ അനാവശ്യമായിട്ടൊന്നും ഓപ്പൺ ചെയ്ത് പൈസയുടെ ഒരു നഷ്ടം ഇല്ലാതെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കാനുള്ളത്. സ്റ്റോക്കിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ സ്റ്റോക്ക് മാനേജ്മെൻറ്റ് നഴ്സസ് തന്നെയാണ് ചെയ്യുന്നത്. എവ്രി വീക്കെൻഡ് മെയിൻലി ഫ്രൈഡേസിൽ നമ്മൾ ചെക്ക് ചെയ്യും ഇഫ് ദർ ഇസ് ഇനഫ് സ്റ്റോക്ക് ഫോർ ദ വീക്കെൻഡ്, ബിക്കോസ് വീക്കെൻഡ് വി ഓൺലി ക്യാരി ഓൺ വിത്ത് എമർജൻസീസ്. സോ അത് ലിറ്ററലി കാത്ത് ലാബ് ഈസ് ക്ലോസ്ഡ്, ഇറ്റ്സ് ഓൺലി ഓപ്പൺ ഫോർ എമർജൻസി. സോ ദർ ഷുഡ് ബി ഇനഫ് സ്റ്റോക്ക്. ആൻഡ് അതുപോലെ തന്നെ നമുക്ക് വേറൊരു കാര്യം നമ്മൾ സോർട്ട് ചെയ്യേണ്ടത് ട്രീറ്റ് ആൻഡ് റിട്ടേൺ കേസസ് ആണ്. അതുപോലെ കിങ്സിലേക്ക് ഒരുപാട് ഹോസ്പിറ്റലിൽ നിന്ന് പേഷ്യൻസിനെ റെഫർ ചെയ്ത് അവർ വന്ന് പ്രൊസീജിയർ കഴിഞ്ഞ് തിരിച്ചു പോകുന്നു. അതായത് ട്രീറ്റ് ആൻഡ് റിട്ടേൺ കേസസ് എന്ന് പറയും. അങ്ങനെയുള്ള കേസസ് ഒരുപാട് ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ല്യൂഷ്യം, ക്രോയിഡൻ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽസ് ഇന്ന് വരുന്നുണ്ട്, കിങ്സ്റ്റൺ, ടൺബ്രിഡ്ജ് വെൽസ്, ഡാരൻ വാലി, അങ്ങനെയുള്ള ഒരുപാട് ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, അതുപോലെ തന്നെ പേസ് മേക്കർ ഇംപ്ലാന്റേഷന് വേണ്ടിയിട്ട്, അബ്ലേഷന് വേണ്ടിയിട്ട്, ഒരുപാട് പ്രൊസീജിയേഴ്സിന് വേണ്ടിയിട്ട് പേഷ്യൻസ് വരാറുണ്ട്. ഇതെല്ലാം തലേദിവസം തന്നെ പേഷ്യൻസിനെ നമ്മുടെ കപ്പാസിറ്റി, കാത്ത് ലാബിലുള്ള കപ്പാസിറ്റി അനുസരിച്ച് അക്സെപ്റ്റ് ചെയ്യാനും ഹോസ്പിറ്റൽസിൽ വിളിച്ച് അവർ ഇൻഫർമേഷനും അവർക്ക് വേണ്ട ഇൻസ്ട്രക്ഷനും കൊടുക്കേണ്ടതെല്ലാം നേഴ്സസാണ്. ആസ് എ നഴ്സ് ഇൻ ചാർജ് ഇറ്റ് ഈസ് nurse in charge's responsibility to make sure everything is ready the day before. അതുപോലെ തന്നെ ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീമായിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്, ഇൻക്ലൂഡിങ് കാർഡിയോളജി കൺസൾട്ടൻസ്, രജിസ്ട്രാർസ്, SHOs, റേഡിയോഗ്രാഫേഴ്സ്, കാർഡിയാക് ഫിസിയോളജിസ്റ്റ്, ആൻഡ് health care workers and everyone. So you need to be liaising with each and everyone, and you should have a ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. ഈ എല്ലാ കാര്യങ്ങളും നമ്മൾ എസ്കലേറ്റ് ചെയ്യാനും എന്തെങ്കിലും മാറ്റങ്ങൾ ഓൾറെഡി പ്ലാൻ ചെയ്തതിൽ നിന്ന് വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ അത് ഡോക്ടേഴ്സിനെ അറിയിക്കാനും ടീം അവൈലബിൾ ആണോ എന്ന് മേക്ക് ഷുവർ ചെയ്യാനൊക്കെ ഉള്ള റെസ്പോൺസിബിലിറ്റി അന്ന് കാത്ത് ലാബ് കോർഡിനേറ്റ് ചെയ്യുന്ന ആൾക്കാണ്. അതുപോലെ തന്നെ ബെഡിൻ്റെ റിക്വയർമെൻറ്റ് കാത്ത് ലാബിനെ പറ്റി പറയുവാണെങ്കിൽ അതൊരു മിനി A&E ആയിട്ട് വേണേൽ കൺസിഡർ ചെയ്യാം. കാരണം നമുക്ക് ഔട്ട് പേഷ്യൻസ് ആണ്, വീട്ടിൽ നിന്നാണ് പേഷ്യൻസ് വരുന്നത്, ഇലക്റ്റീവ് കേസസ് ആണ് കൂടുതൽ ചെയ്യുന്നത്. അത് പോരാതെ കാത്ത് ലാബിലേക്കാണ്, കിങ്സിൽ കാത്ത് ലാബിലേക്ക് പാമി പേഷ്യൻസ്, അതായത് എമർജൻസി മയോകാർഡിയൽ ഇൻഫാക്ഷനായിട്ട് വരുന്ന പേഷ്യൻസിനെ സ്ട്രെയിറ്റ് കാത്ത് ലാബിലോട്ടാണ് വരുന്നത്. അവർ A&Eയിൽ പോകുന്നില്ല ഫോർ അസസ്മെൻറ്റ്. സോ ദേ ആർ ഗെറ്റിംഗ് അസസ്ഡ് ഇൻ കാത്ത് ലാബ് ആൻഡ് വി വിൽ ഡു ദ പ്രൊസീജിയർ ഇഫ് നീഡഡ്. സോ ഇറ്റ് ഈസ് ലൈക്ക് എ മിനി A&E. So we get patients straight from home and from other hospitals as emergencies. So ഇവർക്കൊക്കെ പ്രൊസീജിയറിന് ശേഷം കാർഡിയാക് ബെഡ് വേണം. ഇത് ആസ് സൂൺ ആസ് പോസിബിൾ വി നീഡ് ടു ലെറ്റ് ദ ബെഡ് മാനേജർ നോ. കാരണം ബെഡിൻ്റെ സിറ്റുവേഷൻ ചിലപ്പോൾ അവൈലബിൾ ആയിരിക്കും, ചിലപ്പോൾ അല്ലായിരിക്കും. സോ ഒരു എമർജൻസി അല്ലെങ്കിൽ ഒരു ബെഡിൻ്റെ റിക്വയർമെൻറ്റ് വരുമ്പോഴേ കാത്ത് ലാബിൽ നിന്ന് ബെഡ് മാനേജറായിട്ട് അല്ലെങ്കിൽ സൈറ്റ് മാനേജറായിട്ട് നമ്മൾ അത് അവരെ അറിയിച്ചിരിക്കണം. ഇങ്ങനെ ഒരു ബെഡിന് ആവശ്യമുണ്ട്, ഇന്ന ടൈപ്പ് ബെഡാണ് വേണ്ടത്, പേഷ്യൻ്റ് മെയിലാണോ ഫീമെയിലാണോ, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ അവർക്ക് രാവിലെ തന്നെ വിളിച്ച് കൊടുക്കണം. നമുക്ക് ഇലക്റ്റീവ് ലിസ്റ്റിൽ നമുക്കറിയാം ഏകദേശം ഇന്ന പ്രൊസീജിയർ ചെയ്യുന്ന പേഷ്യൻസിന് ബെഡിന് ആവശ്യമുണ്ട്. അതല്ല അൺഫോർസീൻ ആയിട്ടുള്ള കേസസിൽ വരുമ്പോൾ ആസ് ദ ടൈം ഗോസ് ഓൺ വി ക്യാൻ ലെറ്റ് ദം നോ. അങ്ങനെയുള്ള ഡ്യൂട്ടീസാണ് കാത്ത് ലാബിൽ ഒരു നഴ്സ് ചെയ്യുന്നത്. എസ്പെഷ്യലി നഴ്സ് ഇൻ ചാർജ് ആണെങ്കിൽ യു വിൽ ബി ഔട്ട്സൈഡ്, യു വോണ്ട് ബി ഗോയിങ് ഇൻ ദ ലാബ്. പക്ഷേ കുറച്ച് കാര്യങ്ങൾ രാവിലെ തന്നെ ലാബ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ യു ഹാവ് ടു മേക്ക് ഷുവർ ലൈക്ക് യു ഹാവ് ഇനഫ് സ്റ്റാഫിങ്. എല്ലായിടത്തും സ്റ്റാഫിനെ ഇടാനുണ്ട്. അതുപോലെ തന്നെ ലാബിൽ പ്രൊസീജിയർ നമുക്ക് 4 ലാബാണുള്ളത്. അവിടെ 4 ലാബിലും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രൊസീജിയേഴ്സാണ് നടക്കുന്നത്. അവിടെ എല്ലാം സ്കിൽ മിക്സ് കറക്റ്റ് ആണോ, അവിടെ പ്രൊസീജിയേഴ്സ് ചെയ്യാൻ അറിയാവുന്നവരാണോ, അതോ തീരെ ജൂനിയേഴ്സ് മാത്രമേ ഉള്ളൂ ലാബിൽ, അത് ഒരു സേഫ് ആയിട്ടുള്ളൊരു രീതിയല്ല. സോ യു നീഡ് ടു മേക്ക് ഷുവർ ദർ ഇസ് എ പ്രോപ്പർ സ്കിൽ മിക്സ് ഇൻ ദ ലാബ്സ്. ഇപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു ബാൻഡ് 6 എങ്കിലും ഒരു ലാബിനെ കൺട്രോൾ ചെയ്യാനായിട്ട് വേണം. ഇഫ് ഒരു ജൂനിയർ ബാൻഡ് 5, അതായത് ഒരു പ്രൊസീജിയർ, ഒരു ആൻജിയോഗ്രാം ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നൊരു പ്രൊസീജിയർ ചിലപ്പം അതൊരു കോംപ്ലക്സ് PCI ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. ആ ഒരു സിറ്റുവേഷനിൽ ആ ഒരു ബാൻഡ് 5 നേഴ്സിന് കപ്പാസിറ്റി കാണത്തില്ല ടു ഫിനിഷ് ദാറ്റ് ജോബ്. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ അവിടെ
ഹെൽപ്പ് ചെയ്യാനായിട്ടൊരു ബാൻഡ് 6 എപ്പോഴും വേണം. സോ എല്ലാ ദിവസവും when you give the handover, you need to make sure there is a good skill mix in the labs. And ഡിസ്ചാർജ് ചെയ്യുന്ന പേഷ്യൻസിനെ വാർഡിലെ അത്രയും കോംപ്ലിക്കേറ്റഡ് ഡിസ്ചാർജ് അല്ല കാത്ത് ലാബിൽ. നമ്മൾ ചെയ്ത പ്രൊസീജിയർ റിപ്പോർട്ട്, അവിടെ ചെയ്ത കാര്യങ്ങൾ, നമ്മൾ വേറെ കൂടുതൽ റെഫറൽ കാര്യങ്ങളൊന്നും നമുക്ക് വരുന്നില്ല. എല്ലാവരും വീട്ടിൽ നിന്ന് വരുന്നു, ദേ ഗെറ്റ് ദ പ്രൊസീജിയർ ഡൺ ആൻഡ് ദേ ഗോ ബാക്ക് ഇഫ് എവറിത്തിങ് ഈസ് ഫൈൻ. സോ അതുകൊണ്ട് ഡിസ്ചാർജ് ഒത്തിരി കോംപ്ലിക്കേറ്റഡ് അല്ല. പക്ഷേ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വിട്ടുപോകാൻ സാധ്യതയുള്ള കാര്യങ്ങൾ, നമ്മൾ ഇവരോട് സ്റ്റോപ്പ് ചെയ്യാൻ പറയുന്ന മെഡിക്കേഷൻസ് ചില പേഷ്യൻസിനോട് നമ്മൾ പറയാൻ എന്നാണ് അത് റീസ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് കൃത്യമായി ഇൻസ്ട്രക്ഷൻ അവർക്ക് കൊടുത്തിരിക്കണം. കാരണം ഈ ഏട്രിയൽ ഫിബ്രിലേഷനൊക്കെയുള്ള പേഷ്യൻസ് ആയിരിക്കും നോർമലി എപ്പിക്സബാൻ, റിവറോക്സബാൻ പോലുള്ള ബ്ലഡ് തിന്നിങ് ടാബ്ലറ്റ്സിലുള്ളത്. ഇവരത് റീസ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ ദ റിസ്ക് ഓഫ് സ്ട്രോക്ക് ഇസ് വെരി ഹൈ. അങ്ങനെ സംഭവിച്ചിട്ടുള്ള കേസസ് ഉണ്ട്. സോ അങ്ങനെയുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ യു ഹാവ് ടു സ്റ്റിൽ മേക്ക് ഷുവർ ദേ ആർ ഗെറ്റിംഗ് പ്രോപ്പർ ഇൻഫർമേഷൻ വെൻ ദേ ഗോ ഹോം. അതുകൂടാതെ അവരുടെ ഫോളോ അപ്പിനെ പറ്റി അവർക്ക് ഒരു കൺസേൺ കാണും. പേഷ്യൻസ് ചോദിക്കും എങ്ങനെയാണ് ഇനി നെക്സ്റ്റ്. അപ്പം നോർമലി കാത്ത് ലാബിൽ ഒരു പ്രൊസീജിയർ കഴിഞ്ഞ് പോയാൽ ദ അഡ്മിഷൻസ് ഓഫീസ് വിൽ സെൻഡ് ദം എ ഫോളോ അപ്പ് അപ്പോയിൻമെൻറ്റ് ലെറ്റർ. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ മോസ്റ്റ്ലി ടെലിഫോൺ ക്ലിനിക്സ് ആണ് നടക്കുന്നത്. അതിപ്പോൾ എന്താണെന്നുള്ളത് അവർക്ക് പ്രോപ്പർ ഇൻഫർമേഷൻ ആൻഡ് ഡിസ്ചാർജ് അഡ്വൈസ്. അവർക്ക് പ്രൊസീജിയർ കഴിഞ്ഞാൽ അവർക്ക് ശരിക്കും എക്സസൈസ് ചെയ്യാൻ പറ്റുമോ നോർമലായിട്ട്. ഇവിടെയുള്ളവർക്ക് കൺസേൺ ആണത്. അവർ നോർമലി ഒത്തിരി എക്സസൈസ് ചെയ്യുന്നവരായിരിക്കും. അവർക്കെല്ലാം നോർമൽ ആക്ടിവിറ്റീസിലോട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു പോകാൻ പറ്റുമോ എന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അവർ ചോദിക്കും. അങ്ങനെയുള്ള ഡിസ്ചാർജ് ഇൻസ്ട്രക്ഷൻസ് പ്രോപ്പറായിട്ട് കൊടുക്കണം. അതുപോലെ തന്നെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വന്നാൽ, അതായത് ഇപ്പം റേഡിയൽ സൈറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഫെമറൽ സൈറ്റിൽ നിന്ന് ഓൾ ഓഫ് എ സഡൻ വീട്ടിൽ ചെന്നപ്പോൾ ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്താൽ എങ്ങനെ അവർക്കത് വീട്ടിൽ മാനേജ് ചെയ്യാം, അല്ലെങ്കിൽ അതിനുള്ള പ്രോപ്പർ ഇൻസ്ട്രക്ഷൻ എന്താണ് എന്നുള്ളതെല്ലാം നമ്മൾ കൊടുത്തിട്ടാണ് ഡിസ്ചാർജ് ചെയ്ത് പേഷ്യൻസിനെ വിടുന്നത്. ലാബിലുള്ള ടേൺ അറൗണ്ട് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇപ്പം അറ്റ്ലീസ്റ്റ് 15 to 18 കേസസ് നമ്മൾ കാത്ത് ലാബിൽ തന്നെ ഇലക്റ്റീവ് ആയിട്ട് കേസസ് ചെയ്യുന്നുണ്ട്, 4 ലാബിലും കൂടെ. അതുകൂടാതെ അറ്റ്ലീസ്റ്റ് 2 to 3 ട്രീറ്റ് ആൻഡ് റിട്ടേൺ കേസസ് കാണും. അതല്ലാതെ ഇതിനെല്ലാം പുറമെ നമുക്ക് ഇമർജൻസീസ് വന്നുകൊണ്ടിരിക്കും. ചിലപ്പം 7-8 ഇമർജൻസീസ് ഒക്കെ ഒരു ദിവസം വരും. സോ ഈ പേഷ്യൻസ് എല്ലാം കാത്ത് ലാബാണ് കയറി ഇറങ്ങുന്നത്. സോ ക്വിക്ക് ടേൺ അറൗണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. 9 o'clock ലാബിൽ കയറുന്ന പേഷ്യൻ്റ് നോർമൽ ആൻജിയോഗ്രാം പുറത്തൊരു 9:45 ഒക്കെ ആകുമ്പോൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ബിഫോർ 12 o'clock ദേ ഷുഡ് ബി ഗോയിങ് ഹോം. എന്നാലേ അടുത്ത പേഷ്യൻസിന് നമുക്ക് ആ സ്പേസ് കൊടുത്ത് അവരങ്ങനെ നെക്സ്റ്റ് ഒരു ടേൺ അറൗണ്ട് ടൈം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ നമുക്ക് ബിക്കോസ് ഓഫ് ഇമർജൻസീസ് ദർ ആർ സർട്ടൺ സിറ്റുവേഷൻസ് വി ഹാവ് ടു ക്യാൻസൽ ദ ഡേ കേസസ്. അത് എക്സ്ട്രീമാണ്, ചിലപ്പോൾ സംഭവിക്കും. സോ വി ഹാവ് ടു ഗെറ്റ് ദ ഡോക്ടേഴ്സ് ടു കം ആൻഡ് ടോക്ക് ടു ദ പേഷ്യൻസ് ആൻഡ് എക്സ്പ്ലെയിൻ വാട്ട് ഹാപ്പൻ. ആൻഡ് അവർ പോകുന്നതിന് മുമ്പ് തന്നെ അവർക്കൊരു ഡേറ്റ് കൊടുത്തു വിടുക. അതൊരു റീഅഷ്വറിങ് ആണ് പേഷ്യൻസിന്. അതായത് ചുമ്മാ ക്യാൻസലായി വീട്ടിൽ പൊക്കോളൂ എന്ന് പറയുന്നതിനേക്കാൾ നല്ലതാണ് ഇന്ന റീസൺ കൊണ്ട് ക്യാൻസലായി ആൻഡ് വി ഹാവ് ടു അപ്പോളജൈസ് ടു ദം and we have to give them a new date to come in. പിന്നെ സ്റ്റോക്കിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ വീക്കെൻഡ്സിൽ ഈച്ച് ആൻഡ് എവറി ഡേ എല്ലാ ദിവസവും 5 o'clock ലാബ് ക്ലോസ് ചെയ്യുന്നുണ്ടെങ്കിൽ ലാബിൽ നിൽക്കുന്ന നഴ്സസിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ഫോർ ദ നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ ഫോർ ദ ഔട്ട് ഓഫ് അവേഴ്സ് അവർ ലാബ് റീസ്റ്റോക്ക് ചെയ്യുക എന്നുള്ളത്. സോ എവറിത്തിങ് ഈസ് കെപ്റ്റ് ഇൻ ദ സ്റ്റോക്ക് റൂം ഇൻസൈഡ് കാത്ത് ലാബ്. സോ അവരത് സ്റ്റോക്ക് റൂമിൽ നിന്ന് കാത്ത് ലാബിൽ മെയിൻലി ബേസിക് ആയിട്ട് യൂസ് ചെയ്യുന്ന എസെൻഷ്യൽ എക്യുപ്മെൻറ്റ്സ് റീസ്റ്റോക്ക് ചെയ്ത് ലാബ് റെഡി ആയിട്ട് വെക്കുക എന്നുള്ളതും നഴ്സസ് ചെയ്യുന്നൊരു ജോബാണ്. പോസ്റ്റ് ഓപ്പ് കെയറിൽ പേഷ്യൻസ് നമ്മൾ റേഡിയൽ റൂട്ടിലാണ് നമ്മൾ ആൻജിയോഗ്രാം കൂടുതലും കാത്ത് ലാബിൽ ചെയ്യുന്നത്. ആ ഒരു ഇതിൽ ആ റേഡിയൽ ടി ആർ ബാൻഡ് ട്രാൻസ് റേഡിയൽ ബാൻഡ്, അതാണ് ഹീമോസ്റ്റേസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു എക്യുപ്മെൻറ്റ്. അത് കയ്യിൽ നിന്ന് പേഷ്യൻസിൻ്റെ അടുത്ത് ബ്ലീഡിംഗ് ഒന്നുമില്ല, ഹിമറ്റോമ ഒന്നുമില്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തിയിട്ട് വേണം പേഷ്യൻസിനെ വീട്ടിൽ വിടാൻ. ഇറ്റ് നോർമലി ടേക്ക് അബൌട്ട് 2.5 to 3 hours to manage the TR band. Femoral ആണെങ്കിൽ if it is just an angiogram, if we can seal it with a silicone plug, we call it angio seal. If that's the case, make sure there is no bleeding and hematoma and the patients can start mobilizing in 45 minutes to 1 hour. മൊബിലൈസ് ചെയ്ത് അവർ തിരിച്ചു വരുമ്പോഴും ചെക്ക് ചെയ്യണം അവർ ബ്ലീഡിങ് റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ. എല്ലാം ഓക്കെ ആണെങ്കിൽ അവർക്കും അബൌട്ട് 2.5 hours they can go home.
പിന്നെ അത് നേഴ്സസിൻ്റെ നമ്മുടെ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് ഡിസിഷൻ മേക്കിംഗ് എല്ലാം അതിൽ ഇൻവോൾവ് ആണ്. ഈ പേഷ്യൻ്റ് ഈവൻ നോർമൽ ആൻജിയോഗ്രാം ആയിട്ട് പേഷ്യൻ്റ് ലാബിൽ നിന്ന് തിരിച്ചു വന്നു. പേഷ്യൻ്റ് ഈസ് കംപ്ലൈനിങ് ചെസ്റ്റ് പെയിൻ ആഫ്റ്റർ പ്രൊസീജിയർ ബട്ട് ഹിസ് ആർട്ടറീസ് ആർ ഫൈൻ. അവിടെയും ചെസ്റ്റ് പെയിൻ എന്ന് പറയുന്നത് ചിലപ്പോൾ കോൺട്രാസ്റ്റിൻ്റെ റിയാക്ഷൻ കൊണ്ടുണ്ടാകുന്നതായിരിക്കും. സോ അങ്ങനെ ഒന്നുമില്ല എന്ന് പറഞ്ഞ് നമുക്ക് പേഷ്യൻസിനെ വീട്ടിൽ വിടാൻ പറ്റത്തില്ല. സോ യു ഹാവ് ടു മേക്ക് ഷുവർ ദേ ആർ ആബ്സല്യൂട്ട്ലി ഫൈൻ. ബിക്കോസ് ഒരു പ്രൊസീജിയർ മിനിമലി ഇൻവേസീവ് പ്രൊസീജിയർ ആണെങ്കിലും വി ആർ ഡൂയിങ് സംതിങ് ഇൻ ദ ഹാർട്ട്. സോ എനിത്തിങ് ക്യാൻ ഹാപ്പൻ. സോ യു ഹാവ് ടു ഗിവ് ദം പ്രോപ്പർ ടൈം ടു റിക്കവർ. ECG ഒക്കെ ചെയ്ത് റിവ്യൂ എല്ലാം കഴിഞ്ഞിട്ടേ അവരെ വീട്ടിൽ വിടാൻ പാടുള്ളൂ. അങ്ങനെയുള്ളൊരു ഡിസിഷൻ മേക്കിംഗ് സ്കിൽസ് നമ്മൾ ഓരോ ദിവസവും വർക്ക് ചെയ്യുമ്പോൾ നമുക്കത് തന്നെ പലതും കണ്ടും കേട്ടും തന്നെയാണത് നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത്. സോ ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കാത്ത് ലാബിൽ. എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും മെയിൻലി അറിയാവുന്നത് ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നൊരു സ്ഥലമാണ് കാത്ത് ലാബ് എന്നുള്ളതാണ്. അത് മാത്രമല്ല നമ്മൾ കാത്ത് ലാബിൽ ചെയ്യുന്നത് ഓഫ് കോഴ്സ് ആൻജിയോഗ്രാം നമ്മൾ ചെയ്യും. പേഷ്യൻസിനെ ഇലക്റ്റീവായിട്ട് വരുന്നവർ ചെയ്യുന്നുണ്ട്. സ്ട്രെയിറ്റ് ആൻഡ് റിട്ടേൺ ആൻജിയോഗ്രാംസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇമർജൻസീസ് വരുന്നത് നമ്മൾ മാനേജ് ചെയ്യുന്നുണ്ട്. ആൻജിയോപ്ലാസ്റ്റീസ് തന്നെ ഒരുപാട് വിധത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അത് സിമ്പിൾ ആൻജിയോപ്ലാസ്റ്റീസ് ഉണ്ട്. ഒരു മൈനർ ബ്ലോക്കാണ്, ഒരു സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ടുള്ള പ്രൊസീജിയർ വി ഫിനിഷ്ഡ് ഇൻ ഹാഫ് ആൻ അവർ. സോ ഇറ്റ്സ് എ സിമ്പിൾ ആൻജിയോപ്ലാസ്റ്റി വിത്ത് നോ കോംപ്ലിക്കേഷൻസ്. അങ്ങനെയുള്ള കേസസ് ഉണ്ട്. അതല്ലാതെ കോംപ്ലെക്സ് ആയിട്ടുള്ള ആൻജിയോപ്ലാസ്റ്റീസ് ഉണ്ട്. അതായത് ക്രോണിക് ടോട്ടൽ ഒക്ലൂഷൻ ഒക്കെ ആയിട്ട് വരുന്ന പേഷ്യൻസിന് ആ ബ്ലോക്ക് അവരുടെ ആർട്ടറിയിൽ കുറേ കാലമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. ഇറ്റ്സ് സിംപ്ലി മീൻസ് ഇറ്റ്സ് നോട്ട് എ ഒരു സോഫ്റ്റ് പ്ലേക്ക് അല്ല അവരുടെ ബ്ലോക്ക് എന്ന് പറയുന്നത്. അതൊരു ഒരുപാട് കട്ടിയായിരിക്കും. സോ വയർ ക്രോസ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ട് വരും. അപ്പോൾ അത് ഒരുപാട് സമയമെടുക്കും. വി ഹാവ് ടു യൂസ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വയേഴ്സ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് ടു ഡു ദാറ്റ് പ്രൊസീജിയർ. അത് ഒരുപാട് സമയമെടുക്കുന്നത് കൊണ്ട് തന്നെ കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യത ഒരുപാട് കൂടുതലാണ്. കൊറോണറി പെർഫറേഷനും കൊറോണറി ഡൈസെക്ഷൻ അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സോ CTO പ്രൊസീജിയേഴ്സ്, കോംപ്ലെക്സ് ആൻജിയോപ്ലാസ്റ്റീസ്, ഒരു സീനിയർ പേഴ്സൺ ആണ് നോർമലി അതിനെ സ്ക്രബ് ചെയ്യുന്നതും. ദർ ഷുഡ് ബി സമ്മൺ വെരി എക്സ്പീരിയൻസ് ടു റൺ ഫോർ ദാറ്റ് കേസസ്. പിന്നെ നമ്മൾ കോംപ്ലെക്സ് ആൻജിയോപ്ലാസ്റ്റീസ് ചെയ്യുമ്പം most of the time we have to use like support devices like balloon pump, intra-aortic balloon pump. So patientsന്റെ ബ്ലഡ് പ്രഷർ ഒരുപാട് ലോ ആണെങ്കിൽ അവരുടെ മയോകാർഡിയൽ നമ്മുടെ ഹാർട്ടിൻ്റെ വർക്ക് ലോഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സപ്പോർട്ട് മെഷീൻസ് കൊടുക്കും. ഒന്ന് ബലൂൺ പമ്പാണ്. അത് എനിക്ക് തോന്നുന്നു ഒരുപാട് ആൾക്കാർക്ക് പരിചയമുള്ളതായിരിക്കും. അതല്ലാതെ നമ്മൾ ചെയ്യുന്നതാണ് ഇംപെല്ല സപ്പോർട്ടിൽ പ്രൊസീജിയർ ചെയ്യും. ഇംപെല്ല സപ്പോർട്ടിൽ ചെയ്യുമ്പം ഒരു ഡിവൈസ് നമ്മൾ LVയിൽ പ്ലേസ് ചെയ്യും, വിച്ച് ഈസ് ഹെൽപ്പിംഗ് ടു റിഡ്യൂസ് ദ വർക്ക് ലോഡ്. മെയിൻലി അത് ചെയ്യുന്നത് ഹാർട്ട് ഫെയിലിയർ അല്ലെങ്കിൽ പമ്പിങ് എബിലിറ്റി ഹാർട്ടിന് കുറവുള്ള ആൾക്കാരിലാണ് ഇംപെല്ലർ സപ്പോർട്ടഡ് PCIs നമ്മൾ ചെയ്യുന്നത്. അവർക്ക് ആൻജിയോപ്ലാസ്റ്റി അവർക്ക് അത് അത്യാവശ്യമായിട്ട് വേണ്ടതായിരിക്കും. പക്ഷെ അവരുടെ ഹാർട്ട് ഫെയിലിയർ നമ്മൾ മാനേജ് ചെയ്തുകൊണ്ട് വേണം ആ ലോങ് പ്രൊസീജിയറിന് പേഷ്യൻസിനെ ടേബിളിൽ എടുക്കാൻ. സോ വി ഹാവ് ടു ഗെറ്റ് ഹെൽപ്പ് ഫ്രം ദ പെർഫ്യൂഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഇൻ ദ തിയേറ്റേഴ്സ്. അതൊക്കെ നേരത്തെ അറേഞ്ച് ചെയ്യുക, അവരെ കോൺടാക്ട് ചെയ്യുക. പേഷ്യൻ്റ് ടേബിളിൽ വരുന്നതിന് മുന്നേ ഈ ടീമെല്ലാം അവിടെ അവൈലബിൾ ആണെന്ന് ഉറപ്പ് വരുത്തുകയും വേണം. ഇൻ ബിറ്റ്വീൻ ഓടി നടന്ന് ആൾക്കാരെ വിളിക്കാൻ പറ്റത്തില്ല. എവറി വൺ ഷുഡ് ബി പ്രസൻറ്റ് ഇൻ സച്ച് കേസസ്. പിന്നെ ഷോക്ക് വേവ് PCIs, ഷോക്ക് വേവ് തെറപ്പി റീസെൻ്റ്ലി വന്നിരിക്കുന്ന ഒരു കാര്യമാണ്. ഒരുപാട് ഇപ്പോൾ കിങ്സിൽ ചെയ്യുന്നുണ്ട്. സെയിം ടെക്നോളജി ആണ് നമ്മൾ കിഡ്നി സ്റ്റോൺസ് ക്രഷ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ലിത്തോട്രിപ്സി എന്ന് പറയുന്നൊരു മെത്തേഡ്. സെയിം തന്നെയാണ് നമ്മൾ, പക്ഷേ യൂസ് ചെയ്യുന്ന ഷോക്കിൻ്റെ എമൗണ്ട് ഹാർട്ട് ആർട്ടറീസിൽ വെരി ലോ ആണ്. അത് മെയിൻലി അത് ചെയ്യുന്നത് കാൽഷ്യമാണ് ബ്ലോക്കിന് കാരണമെങ്കിൽ ആ കാൽഷ്യം ഡിപ്പോസിറ്റ്സ് ക്രഷ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു ടെക്നോളജിയാണ് ഷോക്ക് വേവ് PCIs. അതിനും കോംപ്ലിക്കേഷൻസിൻ്റെ ചാൻസസ് കൂടുതലാണ് നമ്മൾ, കാരണം എക്സ്ട്രാ കിറ്റാണ് നമ്മൾ പേഷ്യൻസിൻ്റെ ആർട്ടറിയിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത്. സോ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. സോ യു ഷുഡ് ബി വിജിലൻറ്റ് ഇൻ ദ ലാബ്. പിന്നെ റോട്ടാബ്ലേഷൻ PCI ഇഫ് ദ കാൽഷ്യം ചെയ്യാറുണ്ട്. അത് കാൽഷ്യം ഡിപ്പോസിറ്റിൻ്റെ കാര്യത്തിൽ തന്നെയാണ് അതും ചെയ്യുന്നത്. കാൽഷ്യത്തിൻ്റെ ഡിപ്പോസിറ്റ് അളവ് ഒരുപാട് കൂടുതലാണെങ്കിൽ നമുക്ക് ഷോക്ക് വേവ് തെറപ്പി യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ദർ ഈസ് എ ഗൈഡ് ലൈൻ ഫോർ ഇറ്റ്. ഒരുപാട് എമൗണ്ടിൽ കാൽഷ്യം ഉണ്ടെങ്കിൽ നമ്മൾ റോട്ടാബറാണ് യൂസ് ചെയ്യുന്നത്. ഇറ്റ്സ് ലൈക്ക് നമ്മൾക്ക് ഡ്രില്ലിങ് സൗണ്ട് പോലെ തന്നെ പേഷ്യൻസ് നമ്മൾ അവരെ ഓൺ ചെയ്യണം. ഈ ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് നമ്മൾ ഡ്രില്ല് ചെയ്യുമ്പോൾ ഉള്ള വോയിസ് തന്നെ ഇവർ കേൾക്കും. അപ്പോൾ പേഷ്യൻസ് അവർക്ക് ഇത് എന്താ സംഭവിക്കുന്നുള്ളത് അവരെ
ഓൺ ടേബിളിൽ അവർ നമ്മൾ ലോക്കൽ അനസ്തീഷ്യയിലും മൈൽഡ് സെഡേഷനിലും ആയിരിക്കും പ്രൊസീജിയർ ചെയ്യുന്നത്. അവർ എവേക്ക് ആയിരിക്കും. അവരെ റീഅഷ്യൂർ ഇടയ്ക്ക് ചെയ്യുക എന്നുള്ളത് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ അവർ പാനിക് ആവും, അവരുടെ ബ്ലഡ് പ്രഷർ, ഹാർട്ട് റേറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അബ്നോർമൽ ആവും. സോ അവർ ഓക്കെ ആണോ എന്നുള്ള കാര്യങ്ങൾ ഇപ്പോഴും നമ്മൾ മേക്ക് ഷുവർ ചെയ്യണം. അത് റണ്ണിങ് നേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. പിന്നെ ഡിഫറെൻറ്റ് ഇമേജിങ് ടെക്നിക്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് അൾട്രാസൗണ്ട്, ഇത് ക്യാമറ, കൊറോണറി ആർട്ടറീസിൽ ക്യാമറ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഇൻസൈഡ് കാണാൻ പറ്റും. എന്തൊക്കെയാണ്, എന്തെങ്കിലും പ്ലേക്ക് ഡിസ്റപ്ഷൻ ഉണ്ടോ, അവർ ഡൈസെക്ഷൻ ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ക്ലോസർ ആൻഡ് മോർ കറക്റ്റ് ആയിട്ടുള്ള വാല്യൂസ് കിട്ടാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഇമേജിങ് ടെക്നിക്സ് യൂസ് ചെയ്യുന്നത്. ഒന്ന് ഇൻട്രാവസ്കുലർ അൾട്രാസൗണ്ട് ആണ്. അൾട്രാസൗണ്ട് റേസ് യൂസ് ചെയ്യുന്നത് ഐവസ് എന്ന് പറയും, ഇൻട്രാവസ്കുലർ അൾട്രാസൗണ്ട്. അതല്ലാതെ OCT എന്ന് പറഞ്ഞൊരു ടെക്നിക്കുണ്ട്. അവിടെ അൾട്രാസൗണ്ടിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻഫ്രാറെഡ് റേസ് ആണ്. ഇത് രണ്ടും ഇമേജിങ് ടെക്നിക്കാണ്. അത് നമ്മൾ ചെയ്യുന്നത് കൊറോണറീസിൻ്റെ അകത്തുള്ള പിക്ചർ നമുക്ക് കറക്റ്റായിട്ട് കിട്ടാനും കുറച്ചുകൂടി കൃത്യമായ വാല്യൂസ്, അല്ലെങ്കിൽ സ്റ്റെൻറ്റ് എത്ര നീളത്തിലുള്ളത്, എത്ര വലിപ്പത്തിലുള്ളത് വേണം എന്ന് കറക്റ്റായിട്ടുള്ളൊരു വാല്യൂ നമുക്ക് വിത്ത് ക്ലിയർ പിക്ചർ നമുക്ക് കിട്ടും. അങ്ങനെയുള്ള ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിന് പുറമേ നമ്മൾ ചെയ്യുന്നത് പ്രൈമറി അക്യൂട്ട് MI മയോകാർഡിയൽ ഇൻഫാക്ഷൻ ഉള്ള പേഷ്യൻസ്, അതായത് എമർജൻസീസ്. അവർ കിങ്സിലെ കാത്ത് ലാബിൽ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് വരുന്ന പേഷ്യൻസ്, ദേ ഡോണ്ട് ഗോ ടു ദ A&E, ദേ കം സ്ട്രൈറ്റ് ടു കാത്ത് ലാബ്. അപ്പോൾ ഓൺ കോൾ നമ്മൾ ഡ്യൂറിങ് ഡേ ടൈം ആണെങ്കിൽ ദേ കം ടു കാത്ത് ലാബ്, ദേ അസസ് ദം. അവർക്ക് ആൻജിയോഗ്രാം ഇമ്മീഡിയറ്റ്ലി വേണമെന്നുണ്ടെങ്കിൽ അവർ പ്രയോറിറ്റൈസ് ചെയ്ത് നമ്മൾ അവരെ ലാബിൽ എടുക്കുന്നു, ആൻജിയോഗ്രാം ചെയ്യുന്നു. ഇഫ് സ്റ്റെൻറ്റ് ഈസ് നീഡഡ് വിൽ ഡു ഇറ്റ്. അവിടെ എമർജൻസി വരുന്ന പേഷ്യൻസ് നമുക്ക് ഓൾറെഡി നമുക്ക് ഒരു ETA കിട്ടും വിത്ത് ഡീറ്റെയിൽസ്. നോർമലി ഒരു കൊറോണറി കെയർ യൂണിറ്റിലാണ് വിളിച്ച് ഡീറ്റെയിൽസ് കൊടുക്കുന്നത്. അവിടുന്ന് നമുക്ക് ഡീറ്റെയിൽസ് കിട്ടും. ഈ ഡീറ്റെയിൽസ് വെച്ചിട്ട് യു ക്യാൻ മേക്ക് ദ ഡിസിഷൻ വെദർ യു നീഡ് ദ അനസ്തെറ്റിസ്റ്റ് സപ്പോർട്ട്. ബിക്കോസ് കാത്ത് ലാബിൽ നോർമലി നമുക്കൊരു ഫിക്സ്ഡ് അനസ്തെറ്റിസ്റ്റ് ഇല്ല. ഇഫ് നീഡഡ് നമ്മൾ വിളിക്കുവാണ്. ഓൺലി GA കേസസ് ഉള്ള ലാബിൽ മാത്രമേ ഒരു ഫിക്സ്ഡ് അനസ്തെറ്റിസ്റ്റ് ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമ്മൾ നേരത്തെ അനസ്തെറ്റിസ്റ്റിനെയും അതുപോലെ തന്നെ ODP അവരുടെ അനസ്തെറ്റിക് അസിസ്റ്റൻസിനെയും വിളിച്ചു വരുത്തി സിറ്റുവേഷൻ അവരോട് ഹെഡ്സപ്പ് കൊടുക്കണം. എമർജൻസീസ് വരുമ്പമുള്ള കാര്യങ്ങൾ ആംബുലൻസിൽ നിന്ന് വീട്ടിൽ നിന്ന് സ്ട്രൈറ്റ് വരുന്ന പേഷ്യൻസ് ആയിരിക്കും. സോ ദ ഡോക്ടേഴ്സ് അവിടെ കാണും, നഴ്സസ് കാണും. അവർ വരുമ്പോഴേ നമ്മൾ അവരെ മോണിറ്റർ കണക്ട് ചെയ്യുക, ഡിഫിബ് പാഡ്സ് അറ്റാച്ച് ചെയ്യുക. നമുക്കറിയത്തില്ല എന്താണ്. പിന്നെ ഹിസ്റ്ററി കളക്ഷൻ, അവരുടെ ഒരു പ്രോപ്പർ ഹാൻഡ് ഓവർ അവർ ആംബുലൻസ് ടീമിൽ നിന്ന് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ അവർക്ക് വേണ്ട മെഡിക്കേഷൻസ് കൊടുക്കുന്നത്. നമ്മൾ ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, ഇമർജൻസി പേഷ്യൻസ് വരുമ്പം അവർക്ക് ബ്ലഡ് തിന്നിങ് മെഡിക്കേഷൻസ് കൊടുക്കണം. അതായത് ആസ്പിരിൻ ആൻഡ് ക്ലോപ്പിഡോഗ്ര അല്ലെങ്കിൽ ടിക്കാഗലോൾ. ഈ ടാബ്ലറ്റ്സ് ആൻറ്റി പ്ലേറ്റ്ലെറ്റ്സ് ആണ്, ഇത് ആൻറ്റി കൊയാഗുലൻസ് അല്ല. സോ ഓൺലി ആൻറ്റി കൊയാഗുലൻസ് മാത്രമേ ഇങ്ങനെയുള്ള പ്രൊസീജിയേഴ്സിന് നമ്മൾ കൊടുക്കാതിരിക്കത്തുള്ളൂ. ഇപ്പം ചില വാർഡിലൊക്കെ പേഷ്യൻസിൻ്റെ മെഡിക്കേഷൻ ചെക്ക് ചെയ്യുമ്പം അവർ ആൻജിയോഗ്രാമിനുള്ളവരായിരിക്കും, പക്ഷേ ആസ്പിരിൻ, ക്ലോപ്പിഡോഗ്രൽ, ക്രോസ്ഡോഫ് ആയിരിക്കും. നമ്മൾ റീസൺ നോക്കുമ്പോൾ പേഷ്യൻ്റ് ഈസ് ഫോർ ആൻജിയോഗ്രാം. ഇറ്റ് ഈസ് നോട്ട് എ റീസൺ ടു അവോയ്ഡ് ആൻറ്റി പ്ലേറ്റ്ലെറ്റ്സ്. ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി പ്രൊസീജിയർ ഉള്ള പേഷ്യൻസിന് മസ്റ്റായിട്ടും അവരുടെ ആസ്പിരിൻ അല്ലെങ്കിൽ ആൻറ്റി പ്ലേറ്റ്ലെറ്റ്സ് കൊടുത്തിരിക്കണം. അത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ അത് കൺഫേം ചെയ്യുക കാത്ത് ലാബിലെ നഴ്സസായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡോക്ടേഴ്സായിട്ടോ കൺഫേം ചെയ്തിട്ടേ ആൻറ്റി പ്ലേറ്റ്ലെറ്റ്സ് സ്കിപ്പ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ പിന്നെ ചെയ്യാറുള്ള പ്രൊസീജിയറാണ് ഇലക്ട്രോഫിസിയോളജി സ്റ്റഡി, വിച്ച് ഇസ് EP സ്റ്റഡി. EP സ്റ്റഡി മെയിൻലി നമ്മൾ ചെയ്യുന്നത് ഈ സിങ്കോപ്പൽ എപ്പിസോഡ്സ് ഒക്കെ ആയിട്ട് വരുന്ന പേഷ്യൻസ്, അവർക്കറിയില്ല അവർ ഡിസീസ് സ്പെൽസ്, സിങ്കപ്പി, പാൽപിറ്റേഷൻസ്. സോ അതിൻ്റെ റീസൺ കണ്ടുപിടിക്കാൻ വേണ്ടി ഇലക്ട്രോഫിസിയോളജി സ്റ്റഡി നടത്തും. ഒരു മാപ്പിംഗ് സ്റ്റഡിയാണ് നമ്മൾ അവരുടെ ഇലക്ട്രോ കാർഡിയോഗ്രാം വെച്ചിട്ട് മെയിൻ ചെയ്യുന്ന സ്റ്റഡി. ആ സ്റ്റഡി ചെയ്ത് കഴിഞ്ഞവർക്ക് മനസ്സിലാവും എന്താണ് അത് കോസ് ചെയ്യുന്നതെന്നുള്ളത്. നോർമലി സിങ്കപ്പൽ എപ്പിസോഡ് ചിലപ്പോൾ അത് കാർഡിയാക് ഒറിജിൻ ആയിരിക്കും, ചിലപ്പോൾ ന്യൂറോളജിക്കൽ ഒറിജിൻ ആയിരിക്കും, ചിലപ്പം ബ്രെയിനിൻ്റെ ഇഷ്യൂസ് കാരണമായിരിക്കും അവർക്ക് ആ സിങ്കപ്പൽ എപ്പിസോഡ്സ് ഉണ്ടാകുന്നത്. സോ അതൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയറാണ് EP സ്റ്റഡി. EP സ്റ്റഡിയിൽ ഒരു പ്രോബ്ലം കണ്ടുപിടിച്ചത് ഹാർട്ടിന് ഇഷ്യൂ ഉണ്ട്, ഹാർട്ടിന് അബ്നോർമൽ പാത്വേ ഉള്ളത് കൊണ്ടാണ് ഇവർക്ക് ഈ പാൽപിറ്റേഷൻ അല്ലെങ്കിൽ സിങ്കപ്പൽ എപ്പിസോഡ്സ് വരുന്നതെന്നുണ്ടെങ്കിൽ വി ക്യാൻ ട്രീറ്റ് ഇറ്റ് വിത്ത് എ പ്രൊസീജിയർ കോൾഡ് അബ്ലേഷൻ. അതാണ് ഈ ഇലക്ട്രോഫിസിയോളജി സ്റ്റഡി പ്ലസ് മൈനസ് അബ്ലേഷൻ എന്നാണ് പറയാറ്. സോ ഒരു പ്ലസ് അബ്ലേഷൻ ആവാം അല്ലെങ്കിൽ
ജസ്റ്റ് EP സ്റ്റഡി ആയിരിക്കും, അവർക്ക് പ്രത്യേകിച്ചൊന്നും റീസൺ കാണത്തില്ല അങ്ങനെ ഉണ്ടാകുന്നതെന്നുള്ളത്. അപ്പം അബ്ലേഷൻ സ്റ്റഡിയിൽ നമ്മൾ 2 ടെക്നിക്സ് ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ, വിച്ച് സിമ്പിൾ ടേംസ് അബ്നോർമൽ പാത്വേ ബേൺ ചെയ്ത് കളയും. ക്രയോ അബ്ലേഷൻ അത് ഫ്രീസ് ചെയ്ത് കളയും. ബേണിംഗ് ആൻഡ് ഫ്രീസിങ് 2 ടെക്നിക്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മെയിൻലി ഏട്രിയൽ ഫിബ്രിലേഷൻ അബ്ലേഷൻ ചെയ്യുന്നുണ്ട്, ഏട്രിയൽ ഫ്ലട്ടർ അബ്ലേഷൻ ചെയ്യുന്നുണ്ട്, AV നോഡ് അബ്ലേഷൻ, അതുപോലെ തന്നെ ഏട്രിയ വെൻട്രിക്കുലർ നോഡൽ റീ എൻട്രി അബ്ലേഷൻ, AVNRT അബ്ലേഷൻ, അതുപോലെ തന്നെ VT അബ്ലേഷൻ, ഇങ്ങനെയുള്ള ഒരുപാട് പ്രൊസീജിയേഴ്സ് നമ്മൾ കാത്ത് ലാബിൽ ചെയ്യുന്നുണ്ട്. ഇത് AF അബ്ലേഷൻ, ഏട്രിയൽ ഫിബ്രിലേഷൻ അബ്ലേഷൻ, ഏട്രിയൽ ഫ്ലട്ടർ അബ്ലേഷൻ, ഇതൊക്കെ നമ്മൾ പേഷ്യൻസ് ഓക്കെ ആയിരിക്കും. ഇതിൻ്റെ ടെമ്പററി ആയിട്ടുള്ളൊരു മാനേജ്മെൻറ്റ് എന്ന് വെച്ചാൽ നമുക്ക് പാഡ് എക്സ്റ്റേണലി അറ്റാച്ച് ചെയ്ത് പേഷ്യൻസിനെ കാർഡിയോവേർട്ട് ചെയ്യാം, അവരെ ഷോക്ക് ചെയ്ത് സൈനസ് സ്ഥലത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാം. ബട്ട് അതൊരു ടെമ്പററി മെത്തേഡ് മാത്രമാണ്. ചിലപ്പോൾ പേഷ്യൻസിന് ഒരുപാട് വെയിറ്റിംഗ് ലിസ്റ്റ് കൂടി നിൽക്കുന്ന സമയത്ത് ടെമ്പററി ആയിട്ട് ഇങ്ങനെ DC കാർഡിയോവേർഷന് വേണ്ടിയിട്ട് പേഷ്യൻസ് കാത്ത് ലാബിൽ വരാറുണ്ട്. അവരുടെ ഒരു ലൈഫ് ക്വാളിറ്റി ഓഫ് ലിവിങ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയേഴ്സാണ് അബ്ലേഷൻ സ്റ്റഡീസ്. VT അബ്ലേഷൻ അത് അത് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. കാരണം VT അത് വന്നു കഴിഞ്ഞാൽ പേഷ്യൻസിന് ഇറ്റ് ഈസ് എ ഡേഞ്ചറസ് റിതം, ഹാർട്ട് റിതം. സോ അതൊരു അർജൻറ്റായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. അബ്ലേഷൻ സ്റ്റഡിയിൽ മെയിൻലി നമ്മൾ ഗ്രോയിൻ കെയർ പേഷ്യൻസ് മേക്ക് ഷുവർ ചെയ്യണം. അവർ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 3 to 4 ഷീറ്റ്സ് നമ്മൾ ഗ്രോയിനിൽ, ഫെമറൽ വെയിനാണ് യൂസ് ചെയ്യുന്നത്. വെയിനിൽ മെയിൻലി ചിലപ്പം ഒരു ആർട്ടീരിയൽ ലൈനൊക്കെ കാണും ഗ്രോയിനിൽ. സോ അവരുടെ 3-4 ട്യൂബ്സ് ഒക്കെ ഉള്ളത് കൊണ്ട് ബ്ലീഡിങ് റിസ്ക് കൂടുതലാണ്. പിന്നെ മോസ്റ്റ്ലി ഈ അബ്ലേഷന് വരുന്ന പേഷ്യൻസ് ബ്ലഡ് തിന്നിങ് മെഡിക്കേഷൻസിലായിരിക്കും. അവരോട് മാത്രമേ നമ്മളിത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാറുള്ളൂ. കാരണം AF ഉള്ളത് കൊണ്ട് അവരോട് നമ്മൾ ബ്ലഡ് തിന്നിങ് മെഡിക്കേഷൻസ് ഈവൻ ദ ഡേ ബിഫോർ വരെ എടുക്കാനായിട്ട് നമ്മൾ പറയും. സോ അങ്ങനെയുള്ള കുറച്ച് ഡിഫറൻസസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിലപ്പോൾ വാർഡിലെ നേഴ്സസ് നമ്മൾ കാണാറുണ്ട്, അവർ വെരി കൺഫ്യൂസ്ഡ് ആയിരിക്കും. ആൻജിയോഗ്രാമിന് ഇത് നിർത്താൻ പറയുന്നു, ഇവർ അബ്ലേഷന് വരുമ്പോൾ നിർത്തണ്ടെന്ന് പറയുന്നു. സോ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കാത്ത് ലാബ് നേഴ്സസിനെ കോൺടാക്ട് ചെയ്യുക. അവർ എല്ലാവരും അതിനെപ്പറ്റി അറിയാം, അവരതിനെപ്പറ്റിയുള്ള ഇൻഫർമേഷനും തരും. പിന്നെ ചെയ്യുന്ന പ്രൊസീജിയറാണ് ഡിവൈസ് ഇംപ്ലാന്റേഷൻ, അതായത് പേസ് മേക്കർ ഇംപ്ലാന്റേഷൻ, ഇന്റേണൽ കാർഡിയാക് ഡിഫിബ്രിലേറ്റർ ഇംപ്ലാന്റേഷൻ, അതുപോലെ തന്നെ കാർഡിയാക് റീസിൻക്രണൈസേഷൻ തെറപ്പി, അത് വിത്ത് പേസ് മേക്കർ ആൻഡ് വിത്ത് ഡിഫിബ്രിലേറ്റർ, CRTP ആൻഡ് CRTD, ഇങ്ങനെയുള്ള ഡിവൈസ് ഇംപ്ലാന്റേഷൻ പ്രൊസീജിയേഴ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. പേസ് മേക്കർ ഇപ്പം ഇറ്റ്സ് വെരി കോമൺ, എല്ലാവർക്കും അറിയാം. ടു ലോ ഹാർട്ട് റേറ്റിൽ പോകുന്ന അല്ലെങ്കിൽ ടു ഹൈ ഹാർട്ട് റേറ്റിൽ പോകുന്ന പേഷ്യൻസിന് അവരുടെ ഹാർട്ട് റേറ്റ് റെഗുലേഷന് വേണ്ടിയിട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നൊരു ഡിവൈസാണ് പേസ് മേക്കർ. അത് നോർമലി പേഷ്യൻസിൻ്റെ ഇപ്പം മോസ്റ്റ് ഓഫ് us ആർ റൈറ്റ് ഹാൻഡഡ്, അവരുടെ ലെഫ്റ്റ് സൈഡിലായിരിക്കും നോർമലി നമ്മൾ ഡിവൈസ് ഇംപ്ലാന്റ് ചെയ്യുന്നത്. കാരണം റൈറ്റ് ഹാൻഡഡ് ആകുമ്പോൾ നമ്മൾ ഒരുപാട് യൂസ് ചെയ്യുന്നത് റൈറ്റ് സൈഡാണ്. സോ വി നോർമലി ഗോ ഫോർ ദ ലെഫ്റ്റ് സൈഡ്. ഇപ്പം ചിലപ്പോൾ അവർക്ക് റീഡു ആയിട്ടൊക്കെ വരും പേസ് മേക്കർ, ഓൾറെഡി ലെഫ്റ്റ് സൈഡിൽ ഡിവൈസ് ഉണ്ട്, അത് ഇൻഫെക്ഷൻ ആവുമോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്ന് അവർക്കത് റൈറ്റിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ റൈറ്റിൽ വെക്കത്തുള്ളൂ. ദ സെയിം വേ ലെഫ്റ്റ് ഹാൻഡഡ് പേഷ്യൻസ് ആണെങ്കിൽ നോർമലി വി ട്രൈ ടു പുട്ട് ഇറ്റ് ഇൻ ദ റൈറ്റ് സൈഡ്. അങ്ങനെ പേസ് മേക്കർ ഇറ്റ് ഈസ് എ ബിറ്റ് മോർ ഇൻവേസീവ്. കാരണം ഒരു വലിയൊരു മുറിവാണ് നമ്മൾ ചെസ്റ്റിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ആൻഡ് വി ക്രിയേറ്റ് എ പോക്കറ്റ് ടു പുട്ട് ദി ഡിവൈസ്. ഇറ്റ് ഈസ് ലൈക്ക് ദിസ് ബിഗ്. സോ അതിനുള്ള സ്പേസ് ഉണ്ടാക്കി നമ്മൾ ഒരു പോക്കറ്റ് ക്രിയേറ്റ് ചെയ്ത് അവിടെ ഡിവൈസ് വെക്കുന്നുണ്ട്. അത് പോരാതെ പേസ് മേക്കർ സിംഗിൾ ചേംബർ പേസ് മേക്കർ ആവാം. അതാകുമ്പോൾ ഒരൊറ്റ ലീഡേ ഹാർട്ടിൻ്റെ ചേംബറിൽ കാണൂ. ഡ്യുവൽ ചേംബർ പേസ് മേക്കേഴ്സ് ആവാം. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പേസ് മേക്കേഴ്സ് ഉണ്ട്. പേസ് മേക്കർ കഴിഞ്ഞിട്ടുള്ള പ്രൊസീജിയേഴ്സിന് പോസ്റ്റ് ഓപ്പ് കെയർ കുറച്ചുകൂടി വാസ്റ്റാണ്. അവരുടെ സൈറ്റ് നോക്കേണ്ട കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പേസ് മേക്കറിന് വരുന്ന പേഷ്യൻസിനോട് നമ്മൾ വോർഫറിനൊക്കെ സ്റ്റോപ്പ് ചെയ്യാൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അതർ ബ്ലഡ് തിന്നേഴ്സും നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ പറയുന്നുണ്ട് 48 hours ബിഫോർ. അത് അവരുടെ ബ്ലീഡിങ് റിസ്ക്, പിന്നെ ഇതുപോലെ മെക്കാനിക്കൽ വാൽവ് ഒക്കെയുള്ള പേഷ്യൻസ് ആണെങ്കിൽ ഒരു പ്രൊസീജിയേഴ്സും നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറയാൻ പറ്റത്തില്ല. കാരണം ക്ലോട്ട് ആവാനും സ്ട്രോക്ക് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ മെക്കാനിക്കൽ വാൽവുള്ള പേഷ്യൻസിനോട് ഒരിക്കലും നമ്മൾ പറയത്തില്ല.
ഇവരുടെ മെഡിക്കേഷൻസ് ബ്ലഡ് തിന്നിങ് മെഡിക്കേഷൻസിലുള്ളത് കൊണ്ട് തന്നെ ചാൻസ് ഓഫ് ബ്ലീഡിങ് കൂടുതലാണ്. അപ്പോൾ അത് ഡ്രസ്സിങ്ങിൽ നമ്മൾ നോക്കുക ബ്ലഡ് സ്റ്റെയിൻ ആവുന്നുണ്ടോയെന്ന്. ചിലപ്പോൾ പേഷ്യൻസ് ലാബിൽ നിന്ന് വരുമ്പോൾ തന്നെ ചെറിയൊരു സ്റ്റെയിൻ കാണും. സോ ഇറ്റ് ഈസ് ഗുഡ് ടു മേക്ക് എ മാർക്ക്, ലൈക്ക് നമ്മൾ ഈ അലർജിക് ടെസ്റ്റിനൊക്കെ ചെയ്യുന്ന പോലെ ഒരു മാർക്ക് ചെയ്യുക. അപ്പോൾ അറിയാം അത് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതുപോലെ തന്നെ ഹിമറ്റോമ വരുന്നുണ്ടോ എന്നുള്ള കാര്യം, വൂൺസ് ആയിട്ട് സ്വെല്ല് ചെയ്ത് വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഇൻ്റർമീഡിയൻ്റ് ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അത് അല്ലാതെ പിന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ 4 hours ഡെഫിനറ്റ്ലി ന്യൂ പേസ് മേക്കർ ഇംപ്ലാന്റേഷൻ ചെയ്യുന്ന പേഷ്യൻസിനെ നമ്മൾ കാത്ത് ലാബിൽ കീപ്പ് ചെയ്യും. അറ്റ്ലീസ്റ്റ് 4 hours ആണ്. 4 hours ശേഷമാണ് അവർക്ക് നമ്മൾ മൊബിലൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുവരെ അവർ ബെഡ് റെസ്റ്റിലാണ്. കാരണം പുതുതായിട്ട് ഇൻസേർട്ട് ചെയ്ത ലീഡ്സ് ആണ്. അവർ നടക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് ഡിസ്പ്ലേസ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. സോ നമ്മൾ 4 hours ബെഡ് റെസ്റ്റിൽ കീപ്പ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ചെസ്റ്റ് എക്സ്റേ എടുക്കും. അത് പോരാതെ കാർഡിയക് ഫിസിയോളജിസ്റ്റ് വന്ന് ഒരു പേസിങ് ചെക്സ് കൂടെ ചെയ്യും. അവരുടെ ഡിവൈസ് ചെക്ക് ചെയ്യും. അതുകൂടാതെ നമ്മൾ ഒരു ECG എടുത്ത് ഡോക്ടേഴ്സിൻ്റെ റിവ്യൂവും കഴിഞ്ഞിട്ടേ ഇവരെ വീട്ടിൽ വിടത്തുള്ളൂ. ഇൻ കേസ് എനിത്തിങ് ഈസ് ഫൗണ്ട് റോങ് ഇൻ ദ ചെക്സ്, ലീഡ് റീപൊസിഷൻ ചെയ്യും, അങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ ഡ്യൂറിങ് ദ ഡേ ആണെങ്കിൽ അവർ ചിലപ്പോൾ തിരിച്ച് പേഷ്യൻസിനെ അപ്പം തന്നെ ലാബിലേക്ക് തിരിച്ചെടുക്കും. അതല്ലാന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേയിലേക്ക് നമ്മൾ റീപൊസിഷനിങ്ങിന് വേണ്ടിയിട്ട് പേഷ്യൻസിനെ ഹോസ്പിറ്റലിൽ കീപ്പ് ചെയ്യും. ഇവരുടെ തന്നെ പേസ് മേക്കർ വെച്ചൊരു ഇപ്പം 10 years ഒക്കെ വരെ ബാറ്ററിയുടെ ചാർജ് നിൽക്കും. അതുപോലെ തന്നെ ചിലപ്പം പേഷ്യൻസ് 5 years കഴിയുമ്പോൾ വരും. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഹൗ ഫ്രീക്വൻറ്റ് ദ യൂസ് ദ ഡിവൈസ്. ചിലർ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. അങ്ങനെയുള്ളവരുടെ ബാറ്ററി ചാർജ് പെട്ടെന്ന് തീരും. അപ്പോൾ അവർ ഈ ബോക്സ് ചേഞ്ച് എന്ന് പറഞ്ഞൊരു പ്രൊസീജിയറിന് വേണ്ടിയിട്ട് വരും. സോ അങ്ങനെയുള്ള പ്രൊസീജിയറിൽ നമ്മൾ ജസ്റ്റ് അവരുടെ റീഓപ്പൺ ചെയ്യും അവരുടെ വൂണ്ട്, ആൻഡ് വി ടേക്ക് ദ ഡിവൈസ് ഔട്ട് ആൻഡ് കണക്ട് ഇറ്റ് വിത്ത് എ ന്യൂ ബാറ്ററി. സോ ആൻഡ് വി കീപ് ദ ലീഡ്സ് ഇൻ പ്ലേസ്. ലീഡിൽ നമ്മളൊന്നും ചെയ്യത്തില്ല. അതുപോലെ തന്നെ അങ്ങനെയുള്ള പ്രൊസീജിയേഴ്സിന് പേഷ്യൻസിന് പോസ്റ്റ് കെയർ ആയിട്ട് നമ്മൾ വീണ്ടും 4 hours വെയിറ്റ് ചെയ്യൊന്നും വേണ്ട. കാരണം അവിടെ ലീഡിൽ നമ്മളൊന്നും ചെയ്യുന്നില്ല. അവിടെ ബ്ലീഡിങ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കി 1.5 hour കാത്ത് ലാബിൽ കീപ്പ് ചെയ്ത് ദേ ക്യാൻ ഗോ ഹോം ഇഫ് എവറിത്തിങ് ഈസ് ഫൈൻ. ICD ഇസ് ഇന്റേണൽ കാർഡിയക് ഡീഫിബ്രിലേറ്റർ. അതായത് ലൈഫ് ത്രെറ്റനിങ് ഹാർട്ട് റിതംസ്, അതായത് സഡൻ കാർഡിയാക് ഡെത്തിന് ചാൻസസ് ഉള്ള റിതംസ് ഉള്ള പേഷ്യൻസ്, അങ്ങനെയാണെങ്കിൽ പ്രോബ്ലംസ് ഉള്ള പേഷ്യൻസിന് നമ്മൾ വെക്കുന്നതാണ് ഇന്റേണൽ കാർഡിയാക് ഡീഫിബ്രിലേറ്റർ. സോ ആസ് ദ നെയിം സജസ്റ്റ്, ഇറ്റ്സ് എ ഡീഫിബ്രിലേറ്റർ implanted internally that will deliver shock to the patient if needed, like in VF, VT അങ്ങനെയുള്ള അറിത്മിയാസ് ഉള്ള പേഷ്യൻസിന് നമ്മൾ ഇംപ്ലാന്റ് ചെയ്യുന്നതാണ് ICD. CRTD is cardiac resynchronization therapy. It can be done with a pacemaker or with a defibrillator. ഈ 2 ഫെസിലിറ്റീസ് കൊടുക്കുന്ന രീതിയിലാണ്. ഇത് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഹാർട്ട് ഫെയിലിയറും കൂടുള്ള പേഷ്യൻസിനാണ്. അവരുടെ റേറ്റ് റെഗുലേറ്റ് ചെയ്യുന്നതിനോടൊപ്പം അവരുടെ പമ്പിങ് എബിലിറ്റി സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ ലീഡും കൂടെ നമ്മൾ ഇടുന്നുണ്ട്. അതാണ് കാർഡിയാക് റീസിൻക്രണേഷൻ തെറപ്പി, which is with the facility of a pacemaker and the facility of a defibrillator as well. So it depends on the patient's need ആണ് നമ്മളത് ഏത് ഡിവൈസാണ് ഇവർക്ക് വേണ്ടതെന്ന് ഡോക്ടേഴ്സ് ഡിസൈഡ് ചെയ്യുന്നത്. ഇതിനെല്ലാം പ്രൊസീജിയർ സെയിം ആണ്. നമ്പർ ഓഫ് ലീഡ്സിലുള്ള വ്യത്യാസമുണ്ട്. CRTD, CRTP പേഷ്യൻസിനെ നോർമലി കാത്ത് ലാബിൽ ഓവർനൈറ്റ് കീപ്പ് ചെയ്യാറുണ്ട്. കാരണം സംടൈംസ് ദർ വിൽ ബി ലൈക്ക് 4 leads. അപ്പോൾ അത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്. സംടൈംസ് ഇറ്റ് ടേക്സ് ടു ലോങ് ഫോർ ദ പ്രൊസീജിയർ. അപ്പോൾ അങ്ങനെയുള്ള കേസിലൊക്കെ നമ്മൾ പേഷ്യൻസിനെ കീപ്പ് ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ സ്ട്രക്ചറൽ ഹാർട്ട് പ്രൊസീജിയേഴ്സ് ചെയ്യുന്നുണ്ട് കാത്ത് ലാബിൽ. ടാവി, ട്രാൻസ് കാത്തറ്റർ അയോട്ടിക് വാൽവ് ഇംപ്ലാന്റേഷൻ. സോ ഓപ്പൺ ഹാർട്ട് സർജറി വഴി ചെയ്തുകൊണ്ടിരുന്ന പ്രൊസീജിയേഴ്സ് ആണ് വാൽവ് റിപ്ലേസ്മെൻ്റ് ഒക്കെ. അതൊക്കെ ഇപ്പം ട്രാൻസ് ഫെമറൽ ആക്സസിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത്ര അഡ്വാൻസ്ഡ് ആണ് ടെക്നോളജി. സോ ആ പ്രൊസീജിയേഴ്സൊക്കെ ചെയ്യുന്നത് കാത്ത് ലാബിലാണ്. ചില ഹോസ്പിറ്റൽസിലൊക്കെ തിയേറ്ററിലായിരിക്കും അങ്ങനെ ഒരു ഹൈബ്രിഡ് ലാബ് ഉള്ളത്. അവർക്ക് തിയേറ്റർ പേർപ്പസിനും അതുപോലെ തന്നെ സിയാമൊക്കെ ആയിട്ട് റേഡിയേഷൻ എക്സ്റേ സോഴ്സ് ഉള്ള മെഷീൻസ് ഉള്ള തിയേറ്റേഴ്സ് കാണും. പക്ഷേ കിങ്സിൽ ലാബാണ്, അത് ഹൈബ്രിഡ് ലാബാണ്. ഇൻ കേസ് നമുക്കൊരു ഓപ്പൺ ഹാർട്ട് സർജറി ആയിട്ട് അത് മാറുവാണെങ്കിൽ ഇൻ കേസ് ഓഫ് എനി കോംപ്ലിക്കേഷൻസ് നമ്മൾ തിയേറ്ററിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് എപ്പോഴും ടാബി ചെയ്യുന്നത്. തിയേറ്ററിലെ നേഴ്സസ് അവിടെ കാണും. തിയേറ്ററിലെ ഏതെങ്കിലും ഒരു ഡോക്ടർ സ്റ്റാൻഡ് ബൈ കാണും നമുക്കവിടെ ഇൻ കേസ് എന്തെങ്കിലും സംഭവിച്ചാൽ. അതല്ലെന്നുണ്ടെങ്കിൽ
കാർഡിയോളജിസ്റ്റ് തന്നെയാണ് ഫെമറൽ ആക്സസിൽ കൂടി വാൽവ് ഡിപ്ലോയ് ചെയ്യുന്നത്. അയോട്ടിക് വാൽവും അതുപോലെ തന്നെ സെയിം വേയിൽ നമ്മൾ മൈട്രൽ വാൽവും ചെയ്യുന്നുണ്ട്. ഈ 2 പ്രൊസീജിയേഴ്സ് ചെയ്യുന്നുണ്ട്. ഇവരെല്ലാം പോസ്റ്റ് ഓപ്പ് കെയറിൽ നമ്മൾ ഒത്തിരി കെയർഫുൾ ആയിരിക്കണം. ഒത്തിരി കോംപ്ലിക്കേഷൻസ് വരാം. ഇങ്ങനെ കാർഡിയാക് ടാമ്പനേഡ് അങ്ങനെയുള്ള ഒത്തിരി സീരിയസ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസിന് ചാൻസ് ഉള്ള പ്രൊസീജിയേഴ്സാണ്. ഈവൻ കോംപ്ലെക്സ് ആൻജിയോപ്ലാസ്റ്റിക് വരെ ഇങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ഇതിപ്പം ഹീമോഡൈനാമിക്കലി പേഷ്യൻസിനെ മോണിറ്റർ ചെയ്യുക എന്നുള്ളത് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ പാരാവാൽവുലാർ ലീക്കായിട്ട് വരുന്ന പേഷ്യൻസിൻ്റെ ലീക്ക് റിപ്പയർ ചെയ്യുന്നതും കാത്ത് ലാബിലാണ്. അതായത് ഓൾറെഡി വാൽവ് റിപ്പയർ കഴിഞ്ഞ റിപ്ലേസ്മെൻറ്റ് കഴിഞ്ഞ പേഷ്യൻസ് ആയിരിക്കും. ഇവരുടെ സൈഡ്സ് ലീക്ക് ചെയ്യാൻ തുടങ്ങിയാൽ, വാൽവിൻ്റെ സൈഡ്സ് ലീക്ക് ചെയ്യാൻ തുടങ്ങിയാൽ അത് ക്ലോസ് ചെയ്യാനുള്ള പ്രൊസീജിയർ കാത്ത് ലാബിൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ PFO ക്ലോഷേഴ്സ് ചെയ്യുന്നുണ്ട്. പെർഫറേറ്റഡ് foramen ovale, which is a defect between atrial and ventricular septum. Atrial septum അത് നമ്മൾ ബൈ ബർത്തിൽ അത് ക്ലോസ് ആവേണ്ടതാണ്. ചില കേസിൽ കൺജനൈറ്റലായിട്ട് ചില കേസിൽ അത് ക്ലോസ് ആവത്തില്ല. സോ അപ്പോൾ പേഷ്യൻസിന് ചിലപ്പോൾ സ്ട്രോക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു റീസൺ കൊണ്ട് അവരുടെ ആ ഏട്രിയൽ സെപ്റ്റത്തിൽ ഹോൾ എപ്പോഴും കാണും, ഈവൻ വെൻ ദേ ആർ അഡൽട്ട്. സോ വി ക്യാൻ ക്ലോസ് ഇറ്റ് വിത്ത് എ സ്മോൾ ഡിവൈസ് വിച്ച് ഇസ് കോൾഡ് PFO ക്ലോഷർ. അങ്ങനെ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഇങ്ങനെ കാത്ത് ലാബിൽ ചെയ്യുന്നുണ്ട്. സോ ഇതിൽ പാമിയെ പറ്റി കൂടുതൽ പറയുകയാണെങ്കിൽ ഓൺ കോൾ കവർ ചെയ്യുന്നത് കിങ്സിൽ നമുക്ക് ഒരൊറ്റ നേഴ്സ് മാത്രമേ ഓൺ കോൾ കവർ ചെയ്യാനുള്ളൂ. അത് നമുക്ക് അറ്റ്ലീസ്റ്റ് 6 months to 8 months എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രമേ ഓൺ കോൾ ചെയ്യത്തുള്ളൂ. ആദ്യം നമ്മളൊരു 3-4 ഷിഫ്റ്റ്സ് ഷാഡോ ചെയ്യും. സീനിയർ നേഴ്സസിൻ്റെ കൂട്ടത്തിൽ ഇട്ട് ഷാഡോ ചെയ്ത് അവർ എഫിഷ്യൻ്റ് ആയെന്ന് കണ്ടാൽ മാത്രമേ അവർ ഒറ്റയ്ക്ക് ഓൺ കോൾ ഇടത്തുള്ളൂ. സോ ഇറ്റ് ഈസ് എ ബിറ്റ് മോർ ചാലഞ്ചിങ്. കാരണം ഡോക്ടേഴ്സ് ജൂനിയർ ഡോക്ടറായിരിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്ത് ലാബിൽ റൺ ചെയ്യുന്നത്. അവർ ഒരിക്കൽ പോലും കാത്ത് ലാബിൽ കയറിയിട്ടുള്ള ആൾക്കാരായിരിക്കത്തില്ല. അവർ ഡേ ടൈമിൽ ഒരു പ്രൊസീജിയറിനും സ്പെൻഡ് ചെയ്യാനായിട്ട് അങ്ങനെ വരുന്ന ഡോക്ടേഴ്സ് അല്ല. സോ ഇറ്റ് ഈസ് ചാലഞ്ചിങ്. കാരണം അവർക്ക് എവിടെ സാധനങ്ങൾ ഇരിക്കുന്നു, എന്തിങ്ങനെ ഓപ്പൺ ചെയ്യേണ്ടത്, മെഡിക്കേഷൻസിൻ്റെ ഡോസ് കാര്യങ്ങൾ, എവിടെ സാധനങ്ങൾ കീപ്പ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ ഒത്തിരി കൺഫ്യൂഷൻസ് കാണും. സോ അറ്റ് ദ സെയിം ടൈം യു ഹാവ് ടു സ്ക്രബ് ഇൻ ആൻഡ് യു ഹാവ് ടു കീപ്പ് എൻ ഐ ഓൺ ദം. അതുകൊണ്ട് മെഡിക്കേഷൻസിലൊക്കെ ഒത്തിരി എറർ വരാറുണ്ട് ചിലപ്പം ഈ ഡോക്ടേഴ്സ്. കാരണം അവർ ദേ ആർ യൂസ് ടു പ്രിസ്ക്രൈബിങ്. നമ്മൾ കൊടുക്കുന്ന രീതി കാര്യങ്ങളെല്ലാം നഴ്സസിനാണ് അറിയാവുന്നത്. അപ്പോൾ അത് ഇച്ചിരി ചാലഞ്ചിങ് ആണ്. യു ഹാവ് ടു ബി കമ്മ്യൂണിക്കേറ്റ് റിയലി വെൽ വിത്ത് ദ ടീം ഡ്യൂറിങ് ഓൺ കോൾസ്. ഔട്ട് ഓഫ് ഹവേഴ്സിൽ രജിസ്ട്രാറിൻ്റെ കൂട്ടത്തിൽ ഓൺ കോൾ നേഴ്സ് സ്ക്രബ് ചെയ്യുന്നുണ്ട്. റൺ ചെയ്യുന്നത് SHO ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആയിരിക്കും. അവരെ അവർക്ക് ട്രെയിനിങ് കൊടുക്കാറുണ്ട്. എങ്കിൽ പോലും ഇറ്റ് ഈസ് നെവർ ഇനഫ്. ഒരു ബിസി ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലോട്ട് വന്നു കഴിയുമ്പോൾ ഇവർക്ക് ഒരിക്കൽ പോലും നമ്മൾ നോർമലി ഒരു കാത്ത് ലാബ് റൺ ചെയ്യുന്ന രീതിയിൽ നമുക്ക് എൻ്റെ ഒരു കൊളീഗ് എനിക്ക് വേണ്ടി എൻ്റെ ഒരു കൊളീഗ് നേഴ്സ് റൺ ചെയ്യുന്ന രീതിയിൽ എനിക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അവരെ. അതുകൊണ്ട് അവർ നമ്മളെപ്പോഴും പറഞ്ഞ് ഇത് ഇവിടെ ഇരിക്കുന്നു, അത് ഇവിടെ ഇരിക്കുന്നു, ഫെൻറ്റനിൽ, അതുപോലെ തന്നെ CDs കൊടുക്കുമ്പോൾ ഒത്തിരി കെയർഫുൾ ആയിരിക്കണം. എത്ര കൊടുക്കുന്നുണ്ടെന്നുള്ളതൊക്കെ നമ്മൾ അവരെ കൃത്യമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കണം. സോ അങ്ങനെയുള്ള കുറച്ച് ചാലഞ്ചസ് ഓൺ കോൾ ടൈമിലുണ്ട്. അതുപോലെ തന്നെ യു ക്യാൻ യൂസ് ദ ഹെൽപ്പ് ഫ്രോം ദ റേഡിയോഗ്രാഫേഴ്സ് ആൻഡ് ദ ഫിസിയോളജിസ്റ്റ്. കാർഡിയാക് ഫിസിയോളജിസ്റ്റിന് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ജോബ്സ് അവർക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാനൊക്കെ അങ്ങനെയുള്ളൊരു ഡെലിഗേഷനായിട്ട് അങ്ങനെയുള്ള കുറച്ച് ക്വാളിറ്റീസ് നമുക്ക് വേണം. അല്ലെ യു ഹാവ് ടു ബി ലീഡിങ് ദെയർ. ഈവൻ ദ ഡോക്ടേഴ്സ് പറയുവാണ് പേഷ്യൻസിനെ സ്ട്രെയിറ്റ് ലാബിലോട്ട് എടുത്തോ അവിടെ കൺസെൻറ്റ് ചെയ്യാം. ഇറ്റ് ഈസ് നോട്ട് അപ്രോപ്രിയേറ്റ്. ആ പേഷ്യൻ്റ് ഓൾറെഡി ഹാർട്ട് അറ്റാക്കിന് ഒരു ടെൻഷനും കാര്യങ്ങളും പെയിനും എല്ലാം ആയിട്ടായിരിക്കും നമ്മുടെ അടുത്തേക്ക് വരുന്നത്. അവരെ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു റിക്കവറി ഏരിയയിൽ അല്ലെങ്കിൽ റിസീവിങ് ഏരിയയിൽ കൊണ്ടുവന്ന് അവരെ കൺസെൻറ്റ് ചെയ്ത് അവരെ റീഅഷ്യൂർ ചെയ്ത് ലാബിൽ കൊണ്ടുപോകുന്നതും സ്ട്രെയിറ്റ് ലാബിൽ കൊണ്ടുപോയിട്ട് ആ മെഷീനും എല്ലാം കണ്ട് അവർ സ്ട്രെസ്ഫുള്ളായിട്ട് കൺസെൻറ്റിൽ സൈൻ ചെയ്യുന്നതും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. സോ യു ഹാവ് ടു മേക്ക് ഷുവർ യു ആർ ഡൂയിങ് എവറിത്തിങ് അക്കോർഡിംഗ് ടു ദ പ്രോട്ടോകോൾ ആൻഡ് പോളിസീസ്. കാരണം ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ഇഫ് ദ പേഷ്യൻറ്റ് ഇസ് ഇൻറ്റുബേറ്റഡ് ഓർ റിയലി അൺവെൽ. അങ്ങനെയുള്ള കേസിൽ ഇറ്റ് ഈസ് ഡിഫറെൻറ്റ്. ഇതിൽ പേഷ്യൻറ്റ് ഓക്കെ സ്റ്റേബിളാണ്, ചെസ്റ്റ് പെയിൻ ഉണ്ട് എന്ന് വെച്ചാൽ നമ്മൾ മാക്സിമം നമ്മൾ പുറത്ത് മാനേജ് ചെയ്യും. എന്നാലും ഓൺ കോൾ ടൈമിൽ യു ഹാവ് ടു വെയിറ്റ് ഫോർ ദ കൺസൾട്ടൻറ്റ് ടു കം ഇൻ. സോ ആ സമയത്ത് പേഷ്യൻസിനെ റീഅഷ്യൂർ ചെയ്യുക എന്നുള്ളതുണ്ട്. ചിലപ്പം നമ്മളെ റഷ് ചെയ്യും അവർ. സോ യു നീഡ് ടു ലേൺ ടു സേ ഹൗ ടു സേ നോ. ചില സിറ്റുവേഷനിൽ നമ്മൾ നോ ഇതല്ല, ഇറ്റ് ഈസ് നോട്ട് അപ്രോപ്രിയേറ്റ് എന്ന് നമ്മൾ ബോൾഡായിട്ട് തന്നെ നമുക്ക് പറയാനുള്ളൊരു കേപ്പബിലിറ്റി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം.
നമ്മളിപ്പോൾ നാട്ടിൽ നിന്ന് വരുന്ന നഴ്സസിന് ചിലപ്പം അങ്ങനെ എനിക്ക് വന്നപ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു ഒരാളുടെ അടുത്ത് നോ പറയുക എന്നുള്ളത്. നാട്ടിലെല്ലാം എസ് പറഞ്ഞ് നമ്മൾ പേടിച്ച് ജോലി ചെയ്തിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. ഇവിടെ അത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇഫ് യു സേ നോ, ദേ വിൽ റെസ്പെക്റ്റ് ഇറ്റ്. അതിന് റീസൺ ഉണ്ടെങ്കിൽ ദേ വിൽ റെസ്പെക്റ്റ് ഇറ്റ്. സോ യു ഹാവ് ടു മേക്ക് ഷുവർ യുവർ പേഷ്യൻറ്റ് ഇസ് സേഫ്. അത്രയാണ് ഏറ്റവും പേഷ്യൻറ്റ് സേഫ്റ്റിയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അത് മേക്ക് ഷുവർ ചെയ്തിട്ടേ മുന്നോട്ട് പോകാൻ പാടുള്ളൂ. അതർവൈസ് യു വിൽ ബി ആൻസറബിൾ ടു എനിത്തിങ് ദറ്റ് കംസ് ആഫ്റ്റർ ദിറ്റ്. സോ അതൊക്കെയാണ് പ്രൊസീജിയേഴ്സ് നമ്മൾ കാത്ത് ലാബിൽ ചെയ്യുന്നത്. പിന്നെ ഒരു കാത്ത് ലാബിൽ മാനേജ്മെൻറ്റ് ഏരിയ, അതായത് ആസ് എ ബാൻഡ് 6 അല്ലെങ്കിൽ സീനിയർ ബാൻഡ് 5 നമ്മളൊരു മാനേജ്മെൻറ്റ് ഏരിയയും കൂടെ നമ്മൾ കുറച്ചുകൂടി പേഷ്യൻ്റ് കെയർ ഒബ്വിയസ്ലി നമ്മൾ ചെയ്യണം. പക്ഷെ ഒരു മാനേജ്മെൻറ്റ് നമ്മൾ ജോലി ചെയ്യുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ കൂടെയുള്ളവരെ കൂടെ ജോലി ചെയ്യിപ്പിക്കുക എന്നുള്ളതും. അത് ഞാനൊരു നല്ല രീതിയിൽ പറയുന്നതാണ്, അല്ലാതെ ഒരു പണിയും ചെയ്യാതെ ബാക്കിയുള്ളവരും കൂടെ പണി ചെയ്യിപ്പിക്കുക എന്നല്ല ഉദ്ദേശിച്ചത്. വെൻ യു ആർ ഇൻ ചാർജ് നമ്മൾ ഡെലിഗേറ്റ് ചെയ്യണം പല കാര്യങ്ങളും. ഒറ്റയ്ക്ക് നടക്കത്തില്ല. സച്ച് എ ബിഗ് ഡിപ്പാർട്ട്മെൻറ്റ്, സച്ച് എ ബിസി ഡിപ്പാർട്ട്മെൻറ്റ്, യു ഗോട്ട് എ ടീം വിത്ത് യു ആൻഡ് യു ഷുഡ് ലേൺ ഹൗ ടു ഡെലിഗേറ്റ് യുവർ ജോബ്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കണം. അത് എക്സ്പീരിയൻസിൽ നിന്നും ചെയ്തേ നമുക്കത് ആവത്തുള്ളൂ. അതിപ്പം നമ്മളൊരു ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നു കാത്ത് ലാബിൽ. യു കം ദെയർ at 8 o'clock. യു ആർ ഹിയർ ഫോർ ദ ഹാൻഡ് ഓവറിൻ്റെ സമയത്ത് തന്നെ മേക്ക് ഷുവർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നഴ്സ് ഇൻ ചാർജ്, യു ഷുഡ് ഹാവ് എൻ അപ്ഡേറ്റഡ് ലിസ്റ്റ് ഓഫ് ദ ഡേ കേസസ് കമ്മിങ് ഇൻ. ഡേ കേസായിട്ട് പേരുന്ന പേഷ്യൻസിൻ്റെ ഒരു അപ്ഡേറ്റഡ് ലിസ്റ്റ് വേണം. ഇൻ പേഷ്യൻസ് എത്ര പേര് വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ലിസ്റ്റ് വേണം. ഇതിനെല്ലാം പുറമെ നമുക്ക് ഹോസ്പിറ്റലിൽ ഓൾറെഡി അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസ്, ഇഫ് ദേ ആർ വെയിറ്റിംഗ് ഫോർ പ്രൊസീജിയർ, വി ഹാവ് ടു മേക്ക് ഷുവർ ഇറ്റ് ഈസ് ഗെറ്റിംഗ് ഡൺ. ആ രീതിയിൽ നമുക്കൊരു ബെഡ് ക്ലിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ വാർഡ്സിൽ നിന്ന്. ഈ പ്രൊസീജിയർ ജസ്റ്റ് ഒരു ആൻജിയോഗ്രാമിനായിരിക്കും പേഷ്യൻറ്റ് വെയിറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞെല്ലാം ഓക്കെ ആണെങ്കിൽ പേഷ്യൻറ്റ് വീട്ടിൽ പോവാം. അങ്ങനെയെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്ത് ആ പേഷ്യൻറ്റിനെ പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ നമ്മൾ ശ്രമിക്കണം. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടി മാനേജ്മെൻറ്റ് ഏരിയയിൽ നമ്മൾ ശ്രദ്ധിക്കണം. സോ ഒരു അപ്ഡേറ്റഡ് ലിസ്റ്റ് ഉണ്ടായിരിക്കുക. എത്ര ട്രീറ്റ് ആൻഡ് റിട്ടേൺ വരുന്നുണ്ടെന്ന് അറിഞ്ഞിരിക്കുക. കാരണം ആ രീതിയിൽ നമുക്ക് ബെഡ് അറേഞ്ച്മെൻറ്റ്സ് കാത്ത് ലാബിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഈ എസ്പെഷ്യലി വിത്ത് ദ പാൻഡമിക് ഒക്കെ ആയതുകൊണ്ട് ദ നമ്പർ ഓഫ് കേസസ് വി ആർ ടേക്കിംഗ് ഇൻ ഇസ് ലോ ബിക്കോസ് ഓഫ് ദ സോഷ്യൽ ഡിസ്റ്റൻസിങ് ഇഷ്യൂസ്. പിന്നെ ഇനഫ് സ്റ്റാഫ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ സ്കിൽ മിക്സ് ഉറപ്പുവരുത്തണം. എല്ലാ ലാബിലും സീനിയറായിട്ട് നിൽക്കാൻ ഒരാളുണ്ട്, അല്ലെങ്കിൽ ഒരു ജൂനിയറിനെ, തീർത്തും ജൂനിയറായിട്ടുള്ള ഒരാൾക്ക് എപ്പോഴും ഒരു സീനിയറിനെ ബഡി ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ എത്ര പേര് സിക്കുണ്ട്, ആ സിക്നെസ് നമുക്ക് കവർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ, ഇല്ലെങ്കിൽ അത് എസ്കലേറ്റ് ചെയ്ത് ആരെങ്കിലും നമുക്ക് ഹെൽപ്പിന് കിട്ടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇനഫ് സ്റ്റോക്കിംഗ്, ആ ദിവസത്തേന് എന്തെങ്കിലും ഔട്ട് ഓഫ് സ്റ്റോക്കിലുണ്ടോ, എന്തെങ്കിലും സാധനങ്ങൾ ഓർഡർ ചെയ്യാനുണ്ടോ, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കീപ് ദാറ്റ് ഇൻ മൈൻഡ്. ഇറ്റ് ഈസ് ദ നഴ്സ് ഇൻ ചാർജസ് ഡ്യൂട്ടി ടു ഡു. സ്പെഷ്യൽ റിക്വയർമെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ? ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പ്രൊസീജിയേഴ്സ് നടക്കുന്നുണ്ട് കാത്ത് ലാബിൽ. ചിലപ്പം തലേദിവസം തന്നെ ഡോക്ടേഴ്സ് പറയും നാളത്തെ പ്രൊസീജിയറിന് ഇന്ന സാധനങ്ങൾ വേണം. സോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു ഹാവ് ടു മേക്ക് ഷുവർ ഇറ്റ് ഈസ് അവൈലബിൾ. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് യു ക്യാൻ ഗെറ്റ് ഇറ്റ് ഫ്രം അതർ ഹോസ്പിറ്റൽസ്. നമുക്ക് കൊറിയർ സർവീസ് വെച്ച് പല ഹോസ്പിറ്റൽസിൽ നിന്നും അവിടെ അവൈലബിൾ ആണെങ്കിൽ സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാം. ബട്ട് യു ഹാവ് ടു റിപ്ലേസ് ഇറ്റ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബാൻഡ് 5s അല്ല, ഒരു ബാൻഡ് 6 അല്ലെങ്കിൽ ബാൻഡ് 7 ലെവലിലാണ് അതൊക്കെ നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് റെഡി ആണോ എന്നുള്ളത്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ഓൺ കോൾ ഔട്ട് ഓഫ് അവേഴ്സ് പേഷ്യൻസ് കാണും രാത്രിയിൽ. ചിലപ്പം ബെഡ് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് നമ്മൾ രാവിലെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ആ പേഷ്യൻസ് അവിടെ തന്നെ കാണും. സോ നമുക്ക് അത്രയും ബെഡ് കുറവാണ് നമുക്ക് ഡേ കേസസിനെ കയറ്റാൻ. സോ ആ രീതിയിലുള്ള അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളും എല്ലാം ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ യു ഹാവ് ടു മേക്ക് ഷുവർ ദി ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് റെഡി. പിന്നെ ഒരു 8 to 9 ആണ് നമ്മളൊരു പ്രിപ്പറേഷൻ ടൈം. പേഷ്യൻസിനെയും ദ ഹോൾ ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാവരും ഓരോ ഏരിയയിൽ അലൊക്കേറ്റഡ് ആയിട്ടുള്ളവർ അവനവൻ്റെ ഏരിയയിൽ പോയി മേക്ക് ഷുവർ ചെയ്യുക ഇറ്റ് ഈസ് ഡൺ ആൻഡ് റെഡി ടു റിസീവ് ദ പേഷ്യൻറ്റ്. പിന്നെ other than the multidisciplinary team in Cath Lab, you need to be liaising with the cardiology ward bed manager. Most of the patients in Cath Lab, if they need bed, they will go to cardiology bed. So അവിടെയുള്ള ബെഡ് മാനേജേഴ്സ് അല്ലെങ്കിൽ അവിടെയുള്ള നഴ്സ് ഇൻചാർജ് ആയിട്ട് ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും നിലനിർത്തണം. അതുപോലെ തന്നെ ബെഡ് മാനേജേഴ്സിനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഇഫ് പാമീസ് വന്നുകൊണ്ടേ ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ ഈച്ച് ആൻഡ് എവറി ടൈം
വി നീഡ് ടു ലെറ്റ് ദം നോ വാട്ട് കൈൻഡ് ഓഫ് ബെഡ് വി നീഡ്. എന്നാലേ അവർക്ക് സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് അല്ലെങ്കിൽ പേഷ്യൻസിനെ വേറെ വാർഡിലോട്ടൊക്കെ ട്രാൻസ്ഫർ ചെയ്തിട്ട് നമുക്ക് ബെഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ രാവിലെ 9 o'clock ലാബ് സ്റ്റാർട്ട് ചെയ്യണമെന്നൊരു ടൈമുണ്ട്. സംടൈംസ് ഇറ്റ് ഡസൻ ഹാപ്പൻ. അത് ചിലപ്പം ഫിസിയോളജിസ്റ്റിൻ്റെ സൈഡിൽ നിന്ന് സിക്ക് വിളിച്ചിട്ട് ആൾക്കാർ അവൈലബിൾ ആയിരിക്കത്തില്ല. സോ എൻറ്റയർ ടീം ഇല്ലാതെ ഒരു വീക്ക് ഡേയ്സിൽ ഡ്യൂറിങ് ഡേ ടൈം നമ്മൾ പേഷ്യൻസിനെ ലാബിൽ എടുക്കാൻ പാടില്ല. ദ ഷുഡ് റേഡിയോഗ്രാഫർ, ഫിസിയോളജിസ്റ്റ്, അതുപോലെ തന്നെ ഒരു കൺസൾട്ടൻറ്റ് ടു സൂപ്പർവൈസ്. അവർ ചിലപ്പോൾ ലേറ്റ് ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ആസ് എ നഴ്സ് ഇൻ ചാർജ്, ബിഫോർ യു ടേക്ക് ദ പേഷ്യൻറ്റ് ഇൻ സൈഡ്, യു നീഡ് ടു മേക്ക് ഷുവർ യു ഗോട്ട് ദ ഹോൾ ടീം ദെയർ ഫോർ ഈച്ച് ആൻഡ് എവറി ലാബ്. അല്ലെങ്കിൽ അത് ഡിലേ ആണ്. ആൻഡ് യു നീഡ് ടു മെൻഷൻ ദാറ്റ് ഇൻ ദ റിപ്പോർട്ട്. 9 o'clock സ്റ്റാർട്ട് ചെയ്യേണ്ട ലാബ് 9:15 സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് വാട്ട് ഈസ് ദ റീസൺ? ഇഫ് യു ആർ വെയിറ്റിംഗ് ഫോർ ദ കൺസൾട്ടൻറ്റ്, പുട്ട് ദാറ്റ് ഇൻ. അല്ലെങ്കിൽ ഒരു ഫിസിയോളജിസ്റ്റ് ഇല്ലായിരുന്നു, അവരെ വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ചില ദിവസങ്ങളിലെല്ലാം അത് സംഭവിക്കും. സോ അതിനെപ്പറ്റി പാനിക് ചെയ്യാനൊന്നുമില്ല. ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. അത് മെൻഷൻ ചെയ്യുക ആൻഡ് ടേക്ക് ഇറ്റ് ഫ്രം ദ. അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ഗുഡ് കമ്മ്യൂണിക്കേഷൻ വേണം. ഇപ്പം ഒരു ഡോക്ടർ പറഞ്ഞു നെക്സ്റ്റ് ദേ വോണ്ട് ടു, അടുത്തത് ഇന്ന പേഷ്യൻറ്റിനെ ചെയ്യണം, ഒരു കോംപ്ലക്സ് ആൻജിയോപ്ലാസ്റ്റി ആണ്, ഇത് ചെയ്യണം എന്ന് പറഞ്ഞു. പേഷ്യൻറ്റിനെ നമ്മൾ മെഡിക്കേഷൻസ് ഒക്കെ ചെക്ക് ചെയ്തപ്പം യു നോട്ടീസ് ദാറ്റ് ദ പേഷ്യൻറ്റ് ഹാഡ് വാർഫറിൻ ദ ഡേ ബിഫോർ. സ്റ്റാഫ് മറന്നുപോയി സ്റ്റോപ്പ് ചെയ്യാൻ. ആൻജിയോപ്ലാസ്റ്റിക്കുള്ള പേഷ്യൻ്റാണ്, വാർഫറിൻ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻഫോം ചെയ്യണം. അതുപോലെ തന്നെ അവരുടെ റീനൽ ഫങ്ഷൻ ടെസ്റ്റ് നമ്മൾ ഈ കാത്ത് ലാബിൽ വരുന്ന മിക്ക പ്രൊസീജിയേഴ്സിന് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം വി യൂസ് കോൺട്രാസ്റ്റ്, റേഡിയോ ഒപേക്ക് കോൺട്രാസ്റ്റ് യൂസ് ചെയ്താണ് നമ്മൾ മിക്ക പ്രൊസീജിയേഴ്സും ചെയ്യുന്നത്, എസ്പെഷ്യലി ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി ആൻഡ് ഡിവൈസസ്. സോ ഈ കേസിൽ ഓൾറെഡി കോൺട്രാസ്റ്റ് കിഡ്നീസിന് ഗുഡല്ല. അതുകൊണ്ട് തന്നെ ഓൾറെഡി ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള റീനൽ ഫങ്ഷൻ ടെസ്റ്റ് ഉള്ളവർക്ക് നമ്മളിത് കൊടുക്കുന്നത് ഒത്തിരി കെയർഫുള്ളായിട്ടായിരിക്കണം. അതിനെപ്പറ്റി ഒരു ഡിസിഷൻ, അത് ഒരുപാട് ഡിറേഞ്ച്ഡ് ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ പ്രൊസീജിയർ പോസ്റ്റ്പോൺ ചെയ്ത് വെച്ചെന്ന് വരെ വരും, അത് ബാക്ക് ടു നോർമൽ ആവുന്നത് വരെ. ചില പേഷ്യൻസിന് ഓൾറെഡി അവർ കിഡ്നി ഇഷ്യൂസ്, അക്യൂട്ട് കിഡ്നി അല്ലെങ്കിൽ ക്രോണിക് കിഡ്നി ഡിസീസ് ഉള്ളവരായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഓൾറെഡി അവർ ഡയാലിസിസ് ഒക്കെ ഉള്ളതാണെങ്കിൽ അവരുടെ എപ്പോഴും റീനൽ ഫങ്ഷൻ അബ്നോർമലായിരിക്കും. അങ്ങനെയുള്ള കേസിൽ അവർ മേക്ക് ഷുവർ ചെയ്യുക പ്രൊസീജിയറിൻ്റെ ദിവസം മുന്നേ അവർ ഡയാലിസിസ് ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ പ്രൊസീജിയറിന് ശേഷവും. ഓക്കെ, സോ ബിക്കോസ് കോൺട്രാസ്റ്റ് ക്ലിയർ ഔട്ട് ചെയ്യാനായിട്ട് നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ ആഫ്റ്റർ ദ പ്രൊസീജിയർ അറ്റ് സം പോയിന്റ് അവർക്ക് ഡയാലിസിസ് ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മേക്ക് ഷുവർ ചെയ്യണം. ഇപ്പോൾ ട്രീറ്റ് ആൻഡ് റിട്ടേൺ ആയിട്ട് വരുന്ന പേഷ്യൻസിനാണെങ്കിൽ പോലും നമ്മൾ വിളിച്ച് ചോദിക്കണം, പേഷ്യൻസിന് ഡയാലിസിസ് സ്കെഡ്യൂൾഡ് ആണോ, അവർക്ക് കാത്ത് ലാബിലോട്ട് വരുന്നതിന് മുന്നേ ഒരെണ്ണം നടന്നിരിക്കണം. ആൻഡ് കാത്ത് ലാബിൽ നിന്ന് പോകുമ്പം ദേ ബി ഫിൽഡ് വിത്ത് കോൺട്രാസ്റ്റ്. നമ്മൾ മിനിമലായിട്ട് യൂസ് ചെയ്തിട്ടുള്ളെങ്കിലും ഇപ്പോൾ ഒരു ആൻജിയോപ്ലാസ്റ്റി, മൾട്ടിവെസൽ ആൻജിയോപ്ലാസ്റ്റി ഒക്കെ ആണെങ്കിൽ ഒരു എന്നാലും അവർക്കൊരു കിഡ്നീസിന് ദോഷം ചെയ്യുന്നത് നല്ലൊരു എമൗണ്ട് അവരുടെ ഉള്ളിൽ ചെല്ലും. അപ്പം അവർ യൂറിൻ പാസ് ചെയ്യുന്നില്ലാത്ത കിഡ്നി പേഷ്യൻസ് ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് അർജൻറ്റായിട്ട് നമ്മൾ പോസ്റ്റ് പ്രൊസീജിയർ ഡയാലിസിസ് സ്കെഡ്യൂൾഡ് ആയിരിക്കണം അവർ വരുന്നതിന് മുന്നേ. പിന്നെ എൻഷുറിങ് ഗുഡ് ടേൺ ഓവർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് ബഡ്ജറ്റിങ് കാര്യങ്ങളെല്ലാം ആസ് എ ബാൻഡ് 6 നമ്മൾ അതിനെപ്പറ്റിയും ചിന്തിക്കണം. കാരണം ഒരു ഡേ കേസിന് നമ്മൾ കൊണ്ടുവന്ന് അല്ലെങ്കിൽ ഒരു ട്രീറ്റ് ആൻഡ് റിട്ടേൺ നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ബേസിലാണ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേ വരുന്നത്. സോ അവർ വന്നിട്ട് പ്രൊസീജിയർ ക്യാൻസലായി ഒന്നും നടക്കാതെ തിരിച്ചു പോയാൽ അവർ അഗെയിൻ ദേ ഹാവ് ടു കം ഇൻ. കാരണം അവരുടെ പ്രൊസീജിയർ അറ്റ് സം പോയിന്റ് അത് ഇറ്റ് നീഡ്സ് ടു ഹാപ്പൻ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മേക്ക് ഷുവർ ചെയ്യണം. ഒരുപാട് ക്യാൻസലേഷൻ വരാതെ നമ്മുടെ എക്യുപ്മെൻറ്റ്സ് ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുക, ലൈക്ക് ഒത്തിരി ഡാമേജ് വരാതെ മോണിറ്ററൊക്കെ ഇതെല്ലാം ലുക്ക് ആഫ്റ്റർ ചെയ്യുക എന്നുള്ളൊരു റെസ്പോൺസിബിലിറ്റി. അതായത് നമ്മുടെ വീട്ടിൽ നമ്മൾ നോക്കുന്ന പോലെ തന്നെ നോക്കണം. ഇപ്പോൾ ഒരു വോട്ട് ട്രാൻസ്ഫറിന് പോയി ജൂനിയർ ബാൻഡ് 5 തിരിച്ചു വന്നപ്പോൾ മോണിറ്റർ ഇല്ലാതാണ് വന്നത്. യു ഷുഡ് ബി ആസ്കിങ് ദ ക്വസ്റ്റ്യൻ വേർ ഇസ് ദ മോണിറ്റർ. ചിലപ്പോൾ അവർ ബോറോ ചെയ്തതായിരിക്കും. അപ്പോൾ അവരോട് പറയുക ഇതാണ് ഇതിൻ്റെ പ്രോട്ടോക്കോൾ, ഈ ബുക്കിൽ എഴുതണം, ഇന്ന വേർഡ്, ഇന്ന ആൾ, ആൻഡ് ദേ നീഡ് ടു സൈൻ ഇറ്റ്. അങ്ങനെയുള്ള കുറച്ച് പ്രോട്ടോക്കോൾസും പോളിസീസും ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ കാണും. യു നീഡ് ടു മേക്ക് ഷുവർ എവറിത്തിങ് ഈസ് ഡൺ അക്കോർഡിംഗ്ലി. ആൻഡ് പേഷ്യൻറ്റ് സേഫ്റ്റി വെരി ഇമ്പോർട്ടൻറ്റ്. പേഷ്യൻസ് അവെയർ ആയിരിക്കണം അവർ റേഡിയേഷൻ എക്സ്പോഷർ ഏരിയയിലേക്കാണ് പോകുന്നതെന്നുള്ളത്. അതുകൊണ്ട് തന്നെ വെൻ ഇറ്റ് കംസ് ടു വിമൻ we need to make sure everyone below 55 years old gets a pregnancy test done.
കാരണം റേഡിയേഷൻ എക്സ്പോഷർ ഏരിയയിലോട്ടാണ് പോകുന്നത്. സോ ഈ പേഷ്യൻസ് പറയും നോ ദർ ഇസ് നോ ചാൻസ് ഐ എം പ്രഗ്നൻറ്റ്. എന്നാലും അവർ കംപ്ലീറ്റ്ലി റിഫ്യൂസ് ചെയ്യുവാണ്. ഒരു തരത്തിലും അവർ പ്രഗ്നൻസി ടെസ്റ്റിന് റെഡി ആവുന്നില്ല എന്നുണ്ടെങ്കിൽ യു നീഡ് ടു ഗെറ്റ് അവരുടെ ഒരു ഫോം ഉണ്ട്, അത് സൈൻ വാങ്ങിച്ച് യു നീഡ് ടു കീപ്പ് ഇറ്റ് വിത്ത് യുവർ ഡോക്യുമെൻറ്റ്സ്. അതുപോലെ തന്നെ ഇഫ് ദർ ഇസ് എനി പെർട്ടിക്കുലർ റീസൺ, അതായത് പ്രഗ്നൻസി ടെർമിനേഷൻ ചെയ്തിട്ടുള്ളവരാണ് അല്ലെങ്കിൽ ഹിസ്റ്ററക്ടമി നടന്നിട്ടുള്ളവരാണ്, അങ്ങനെയുള്ള കേസസിൽ യു ജസ്റ്റ് ഹാവ് ടു മെൻഷൻ ദ റീസൺ. പേഷ്യൻസിനെ പുഷ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഓഡിറ്റ്സ് കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളും ഇപ്പം ഹാൻഡ് വാഷിംഗ് ഓഡിറ്റ്സ് വീക്ക്ലി നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കുറച്ച് റിസ്ക് അസസ്മെൻറ്റ്സ്, ഫാർമസി ഓഡിറ്റ്സ്, ഓരോ കാര്യങ്ങൾ കാത്ത് ലാബിൽ ഇപ്പം ഒരാളായിരിക്കത്തില്ല, നഴ്സ് ഇൻചാർജ് ആയിരിക്കത്തില്ല അത് ചെയ്യുന്നത്. പക്ഷേ ആ നഴ്സ് ഇൻചാർജ് ഡ്യൂട്ടി എടുക്കുന്ന ആൾ മേക്ക് ഷുവർ ചെയ്യണം അന്ന് നടക്കേണ്ട കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ. അതില്ലെങ്കിൽ അതിൻ്റെ റീസൺ, ഇപ്പോൾ ഒരുപാട് ബിസിയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ചില കാര്യങ്ങൾ ആ ദിവസം നടന്നിട്ട് കാണത്തില്ല. ഇതുപോലെ ഓഡിറ്റ് പോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ സമയം കിട്ടത്തില്ല. സോ സമയം കിട്ടുമ്പോൾ അത് മെൻഷൻ ചെയ്യുക ഇൻ ദ റിപ്പോർട്ട്, ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടില്ല, ദാറ്റ് നീഡ്സ് ടു ബി ഡൺ ടുമോറോ, അല്ലെങ്കിൽ നെക്സ്റ്റ് ചാൻസ് കിട്ടുന്ന എപ്പോഴാണോ അത് ചെയ്യുക. പക്ഷേ അത് പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ള കാര്യമാണ് അവിടെ ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ഒരു ഫാർമസി ഓഡിറ്റ് ഒരു ദിവസം ലേറ്റ് ആയെന്ന് കരുതി ചിലപ്പോൾ കൂടുതൽ ഒന്നും സംഭവിക്കുന്നുണ്ടാവില്ല. ബേസിക് ആയിട്ടുള്ള മെഡിക്കേഷൻസ് ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നമുക്ക് അവിടെ അത് സ്റ്റോപ്പ് ചെയ്യാം. പക്ഷെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ആരും അറിയാതെ പോകരുത് ഇന്ന് ഓഡിറ്റ് നടന്നിട്ടില്ല എന്നുള്ളത്. കാരണം നെക്സ്റ്റ് വീക്കിൻ്റെ സ്റ്റോക്ക് വരുമ്പോഴായിരിക്കും അറിയുന്നത് ഓഡിറ്റ് ചെയ്തിട്ടില്ല, അതിൻ്റെ നമ്പർ കറക്റ്റ് ആക്കിയിട്ടില്ല, അതുകൊണ്ട് സാധനം വന്നിട്ടില്ല. സോ അതൊരു പ്രോബ്ലമാണ്. സോ അത് നീഡ്സ് ടു ബി കമ്മ്യൂണിക്കേറ്റഡ്. സോ അത് അറിയണം, എപ്പോൾ എസ്കലേറ്റ് ചെയ്യണം, എവിടെ എസ്കലേറ്റ് ചെയ്യണം എന്നുള്ള കാര്യം ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പം പേഷ്യൻ്റ് സേഫ്റ്റി ഇതാണ് നമ്മുടെ എല്ലാം ടോപ്പ്, ആൻഡ് ഇറ്റ് ഷുഡ് ബി ദ വേ. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നഴ്സ് ഇൻചാർജ് ഡ്യൂട്ടി എടുക്കുന്ന ആൾ അവരുടെ സ്റ്റാഫിൻ്റെ സേഫ്റ്റി എൻഷുർ ചെയ്യുക എന്നുള്ളത്. ആരെങ്കിലും സിക്കായിട്ട് ഡിപ്പാർട്ട്മെൻറ്റിലുണ്ടോ, ചിലപ്പോൾ നമ്മളോട് പറയാൻ പേടിയായിരിക്കും, അല്ലെങ്കിൽ പറയത്തില്ലായിരിക്കും. അങ്ങനെ എന്തെങ്കിലും എസ്പെഷ്യലി ഇപ്പോൾ ആരെങ്കിലും ചുമച്ചുകൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ലാബിൽ, കാരണം പേഷ്യൻസ് വന്നു പോകുന്ന സ്ഥലമാണ്, അതുപോലെ തന്നെ ഒരുപാട് സ്റ്റാഫുള്ള സ്ഥലമാണ്. അങ്ങനെയുള്ള നമ്മൾ യു നീഡ് ടു ലുക്ക് ആഫ്റ്റർ യുവർ സ്റ്റാഫ്. അവർക്ക് പ്രോപ്പറായിട്ട് ബ്രേക്ക് കിട്ടുന്നുണ്ടോ, അതിൽ ബ്രേക്ക് കവർ ചെയ്യാനായിട്ട് ആൾക്കാർ അവർക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തുക. യു നീഡ് ടു ലുക്ക് ആഫ്റ്റർ ദ വെൽബീങ് ഓഫ് യുവർ സ്റ്റാഫ്. പിന്നെ പാമി ടീമിൽ ഔട്ട് ഓഫ് അവേഴ്സ് ആണ്, ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തു. യു ഷുഡ് ഹാവ് എ ഗുഡ് ഡെലിഗേഷൻ കപ്പാസിറ്റി. അത് ഫിസിയോളജിസ്റ്റിനോ റേഡിയോഗ്രാഫേഴ്സിനോ കൊടുക്കാൻ പറ്റത്തില്ല മെഡിക്കേഷൻസ്. ഇപ്പം 1-2 പാമി ഒന്നിച്ച് കാത്ത് ലാബിലേക്ക് വന്നു, എവ്രി വൺ നീഡ്സ് ലൈക്ക് GTN ഇൻഫ്യൂഷൻ. Let's assume everyone needs GTN infusion. So as a nurse, you are the only person who can give that. So you do that, but you have to delegate the other job. അവരുടെ കോമ്പീറ്റൻസി മേക്ക് ഷുവർ ചെയ്ത് അവർക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുക. ഫിസിയോളജിസ്റ്റിന് ചെയ്യാം 12 DCG. ഡോക്ടേഴ്സ് ചോദിക്കുവാണ് 12 DCG ചെയ്തോ എന്ന് നമ്മുടെ പുറകെ ചോദിച്ചുകൊണ്ട് വരുമ്പോൾ ദേ ക്യാൻ ഡു ഇറ്റ്. അപ്പോൾ അവരോട് പറയുക ഇന്ന പേഷ്യൻസിന് 12 DCG വേണം, ക്യാൻ യു ജസ്റ്റ് ഡു ഇറ്റ് ആൻഡ് ഗിവ് ഇറ്റ് ടു ദ ഡോക്ടർ. അപ്പോൾ അങ്ങനെ രീതിയിൽ ഡെലിഗേറ്റ് ചെയ്താലേ നമ്മുടെ ഒരു സ്മൂത്ത് ഫങ്ഷനിങ് നടക്കത്തുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ. എല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ എന്നുള്ളൊരു ദുർവാശി പാടില്ല നമ്മളൊരു ബിസി എൻവയോൺമെൻറ്റിൽ വർക്ക് ചെയ്യുമ്പം. കൂടെയുള്ളവരുടെ കപ്പാസിറ്റി ആൻഡ് കോമ്പീറ്റൻസി മനസ്സിലാക്കി യു നീഡ് ടു ലേൺ ഹൗ ടു ഡെലിഗേറ്റ് ദി ജോബ്. അത് ഇപ്പം തിരക്കായതുകൊണ്ട് ഞാൻ ഫിസിയോളജിസ്റ്റിൻ്റെ അടുത്ത് ഈ മെഡിക്കേഷൻ കൊടുക്കാൻ പറഞ്ഞു, ഞാൻ ലോഡ് ചെയ്ത് കൈ കൊടുത്താൽ. പക്ഷെ ഇഫ് സംതിങ് ഹാപ്പൻസ് ഇറ്റ് ഡസൻറ്റ് മാറ്റർ അവർ ജസ്റ്റ് കൊടുത്തതേ ഉള്ളൂ എന്നുള്ളത്. യു ആർ ദ പ്രൈമറി റെസ്പോൺസിബിൾ പേഴ്സൺ. സോ അങ്ങനെ അത് കോമ്പീറ്റൻസി മനസ്സിലാക്കി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അത് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പേഷ്യൻ്റ് സേഫ്റ്റി കോംപ്രമൈസ് ചെയ്യുന്ന ഒരു രീതിയിലുള്ള കാര്യങ്ങളും ചെയ്യാൻ പാടില്ല. പിന്നെ ഒരു ഗുഡ് ടീമിൽ വർക്ക് ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റി കാണിക്കുന്ന ആളായിരിക്കണം ഒരു കാരണം വാർഡിൽ നമുക്കൊരു റുട്ടീൻ ഉണ്ട്. മെയിൻലി നമ്മൾ രാവിലെ ചെല്ലുന്നു, ഹാൻഡ് ഓവർ എടുക്കുന്നു, ഓപ്സ് ചെക്ക് ചെയ്യുന്നു, മെഡിക്കേഷൻ കൊടുക്കുന്നു, നഴ്സസ് നോട്ട്സ് ചെയ്യുന്നു, വാർഡ് റൗണ്ട് അറ്റൻഡ് ചെയ്യുന്നു. സോ ഇറ്റ് ഈസ് എ റൂട്ടീൻ. അവിടെ കാത്ത് ലാബിൽ അങ്ങനെ ഒരു റൂട്ടീൻ നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് എപ്പോൾ വേണേലും മാറി മറിയാൻ പറ്റുന്നൊരു സിറ്റുവേഷനാണ്. ചിലപ്പം 7th നമ്മൾ 8 o'clock ചെല്ലുമ്പം ഡ്യൂറിങ് ഹാൻഡ് ഓവർ തന്നെ പാമി കോൾ വരും. സോ അത് ആ ചേഞ്ചസിന് അക്കോർഡിംഗ്ലി നമ്മൾ അപ്പോൾ ചേഞ്ച് ചെയ്ത് അപ്പോൾ കാര്യങ്ങൾ നടത്തുക എന്നുള്ളൊരു രീതിയാണ് കാത്ത് ലാബിൽ. ഇറ്റ് ഈസ് നമ്മൾ ഇംപ്രൊവൈസേഷനാണ് എപ്പോഴും വേണ്ടത്.
ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. അതുപോലെ തന്നെ ഒത്തിരി കോംപ്ലിക്കേഷൻസ് പേഷ്യൻറ്റ് സംഭവിക്കാൻ, പേഷ്യൻസ് അറസ്റ്റ് ചെയ്യാം, റെഡ്മിയാസിൽ പോവാം. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ all the cath lab nurses are trained. Even the radiographers work in cath lab. They know how to do CPR and everything. So in the lab, if something happens, they are very capable of doing it. So let them do it and make sure everything is done properly. ഈ ഡോക്യുമെൻറ്റേഷൻ കാര്യങ്ങൾ ആ ഇതിലേക്ക് വരുമ്പോൾ എത്ര അഡ്രിനലിൻ കൊടുത്തു, എത്ര ചെസ്റ്റ് കംപ്രഷൻസ് ആയി, എത്ര സൈക്കിളായി എന്നുള്ള കാര്യങ്ങളൊക്കെ യു ഹാവ് ടു ഡോക്യുമെൻറ്റ്. അതുപോലെ തന്നെ കാത്ത് ലാബിൽ സംടൈംസ് ഞാൻ നോട്ടീസ് ചെയ്തിട്ടുള്ള കാര്യമാണ്, ഒരു അറസ്റ്റ് കോൾ വരുമ്പോൾ ദേ വിൽ ബി ലൈക്ക് അറ്റ്ലീസ്റ്റ് 12-13 പീപ്പിൾ ഇൻസൈഡ്. കാരണം കാത്ത് ലാബിൽ തന്നെ അറ്റ്ലീസ്റ്റ് 3-4 ഡോക്ടേഴ്സ് ഓൾ ദ ടൈം കാണും. അത് പോരാഞ്ഞിട്ട് നമുക്ക് കൺസൾട്ടൻസ് കാണും, റേഡിയോഗ്രാഫേഴ്സ്, ഫിസിയോളജിസ്റ്റ്, ഇവരെല്ലാം കാണും. സോ ഒരു ക്രാഷ് കോൾ കേൾക്കുമ്പോഴേ കുറേ ആൾക്കാർ ഹെൽപ്പ് ചെയ്യാൻ ഓടി വരും. അത് കൂടാതെ നമ്മൾ കോഡ് ബ്ലൂ അല്ലെങ്കിൽ കാർഡിയക് അറസ്റ്റ് ടീമിനെയും വിളിച്ചു വരുത്തുന്നുണ്ട്. സോ ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ആൾ കൂടിക്കഴിഞ്ഞാൽ ആൾ കൂടിയ പാമ്പ് ചാവത്തില്ല എന്ന് പറഞ്ഞൊരു സിറ്റുവേഷൻ ആയിരിക്കും അവിടെ. സോ അങ്ങനൊരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം ആസ് എ ബാൻഡ് 6 അല്ലെങ്കിൽ നഴ്സ് ഇൻ ചാർജ് യു ഷുഡ് ടെൽ ദം ആവശ്യമില്ലാത്ത ആൾക്കാർ ഇറങ്ങിപ്പോവാൻ തന്നെ പറയണം. ആൻഡ് അത് ഫേം ആൻഡ് നല്ല ഉറക്കെ, അങ്ങനെ ആ ബഹളത്തിനിടെ ഒന്നും കേൾക്കത്തില്ല, ആവശ്യമില്ലാത്തവർ ഇറങ്ങിപ്പോവാൻ പറയണം. കാരണം ആൾക്കാർ തട്ടിയും മുട്ടിയിട്ട് ഒരു കാര്യങ്ങളും സമയത്ത് നടക്കത്തില്ല. സോ അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ നോക്കണം. ചില അറസ്റ്റ് കേസിലൊക്കെ പേഷ്യൻ്റ് ചിലപ്പോൾ ഒരു വാസോവേഗൽ റിയാക്ഷനിൽ പോയതായിരിക്കും, പെട്ടെന്ന് തന്നെ തിരിച്ചു വരും. അപ്പോൾ ക്രാഷ് കോൾ ക്യാൻസൽ ചെയ്യുക, വേണ്ടാത്ത ആൾക്കാരെല്ലാം പറഞ്ഞു വിടുക, അങ്ങനെയുള്ള. പക്ഷേ വേണ്ട രീതിയിൽ ഇത് മാനേജ് ചെയ്യാനുള്ള ആൾക്കാർ ചുറ്റും വേണം താൻ. സോ യു നീഡ് ടു മേക്ക് ഷുവർ ഹൗ മെനി പീപ്പിൾ യു നീഡ്. സോ അല്ലാത്തവരെ മാറ്റിവിടാനും ശ്രദ്ധിക്കണം. പിന്നെ പുതിയതായിട്ട് വന്ന നഴ്സസിനോട് ഇപ്പോൾ ഒരു കരിയർ ഡെവലപ്മെൻറ്റിൻ്റെ പറയുവാണെങ്കിൽ, ഞാനിപ്പോൾ ബാൻഡ് 6 ആയിട്ട് ഓൾമോസ്റ്റ് ഒരു കുറച്ച് നാളെ ആയിട്ടുള്ളൂ. ഇപ്പം ഞാൻ 2ാമത് ഇൻ്റർവ്യൂ ചെയ്തപ്പോഴാണ് എനിക്ക് ബാൻഡ് 6 ജോബ് കിട്ടിയത്. ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് ടൈം ഞാൻ ചെന്നപ്പോൾ അപ്ലൈ ചെയ്തപ്പോൾ തന്നെ എനിക്കറിയായിരുന്നു ഐ മൈറ്റ് നോട്ട് ഗെറ്റ് ഇറ്റ്. കാരണം ഒത്തിരി സീനിയേഴ്സ് ആയിട്ടുള്ളവരുണ്ടായിരുന്നു, സെക്കോൺമെൻറ്റ് പോസ്റ്റിൽ ഓൾറെഡി ഇരിക്കുന്നവരുണ്ടായിരുന്നു. സോ ദേ ഓൾവേസ് ഗെറ്റ് ദ പ്രയോറിറ്റി ടു ഗെറ്റ് ഇറ്റ്. ഒരു ഇൻ്റർവ്യൂ മാത്രം ബേസ് ചെയ്തല്ല നിങ്ങൾക്ക് ബാൻഡ് 6 കിട്ടുന്നത്. നിങ്ങളുടെ മാനേജേഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ മേട്രൺ തന്നെയാണ് നിങ്ങളുടെ ഇൻ്റർവ്യൂവിന് വന്നിരിക്കുന്നത്. സോ ദേ നോ ഹൗ യു പെർഫോം ഇൻ ദ വാർഡ് ഓർ ഡിപ്പാർട്ട്മെൻറ്റ് ഈച്ച് ആൻഡ് എവറി ഡേ. They are assessing you each and every day. So it is not merely just the interview that brings, നിങ്ങളുടെ ഫേറ്റ് ഡിസൈഡ് ചെയ്യുന്നത് അത് മാത്രമല്ല. സോ യു നീഡ് ടു ബി പ്രൊആക്റ്റീവ് ഇൻ ദ ഡിപ്പാർട്ട്മെൻറ്റ്. അവർ ഒരു പുതുതായിട്ട് വരുന്ന കാത്ത് ലാബിൽ വരുന്ന ഒരാൾ, ഇറ്റ് മൈറ്റ് ബി ഡിഫിക്കൽട്ട്. അവരുടെ എക്യുപ്മെൻറ്റ്സ് കാര്യങ്ങളെല്ലാം പഠിച്ച് അവർ പേഷ്യൻ്റ് കെയറിൽ ഓക്കെ ആയിരിക്കും, 100% ഓക്കെ ആയിരിക്കും. പക്ഷേ ലാബിൽ ചെല്ലുമ്പോൾ കുറച്ചുകൂടി അവർക്ക് ലേൺ ചെയ്യാനുണ്ട്. അപ്പോൾ ഒരു എൻതൂസിയാസം വേണം നമുക്കത്. അത് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആൾക്ക് ഫീൽ ചെയ്യാൻ വേണം. യു ആർ എൻതൂസിയാസ്റ്റിക് ടു ലേൺ. അല്ലാതെ ഒന്നും പഠിക്കണ്ട, ജസ്റ്റ് ഞാനിങ്ങനെ മൂലയ്ക്ക് നിന്നോളാം എന്നുള്ള രീതിയിൽ നിന്നാൽ എന്നും അങ്ങനെ നിന്ന് പോകും. കാരണം നല്ല ചൊറുചൊറുക്കുള്ള പിള്ളേർ വേറെ കാണും കയറിപ്പോവാൻ. സോ യു നീഡ് ടു സീസ് യുവർ ഓപ്പർച്യൂണിറ്റി ആൻഡ് വർക്ക് ഹാർഡ് ടുവേർഡ്സ് ഇറ്റ്. അപ്പം ഒരു ബാൻഡ് 6 ഓപ്പർച്യൂണിറ്റി വന്നു. ഇപ്പം ഞാൻ ഫസ്റ്റ് ചിന്തിച്ചപ്പോൾ ഞാൻ ഓർത്തു, ഓക്കെ ഒരുപാട് സീനിയേഴ്സ് ഉണ്ട്, എനിക്ക് കിട്ടത്തില്ല, വെറുതെ വേസ്റ്റ് ആക്കുന്നവർ. പക്ഷേ എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മളെ നാട്ടിൽ നിന്ന് തന്നെയുള്ള സീനിയർ ആയിട്ടുള്ള നഴ്സുമാർ ഒത്തിരി ഉണ്ടായിരുന്നു കിങ്സിൽ. അവർ പറഞ്ഞു ഇത് കിട്ടുന്നതിൻ്റെ അല്ല, നമുക്ക് ആദ്യം യു നീഡ് ടു ഗെറ്റ് ദ എക്സ്പീരിയൻസ്. കാരണം നാട്ടിലെ ഇൻ്റർവ്യൂവിൻ്റെ ഒരു രീതിയല്ല ഇവിടെ. ഇപ്പോൾ ആ ഒരു രീതി മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ചെന്ന് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ ആ രീതി നമുക്ക് മനസ്സിലാവത്തുള്ളൂ. സോ സിറ്റുവേഷണൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ നല്ലൊരു ലീഡർഷിപ്പ് കാണിച്ച ക്വസ്റ്റ്യൻ എന്തായിരിക്കും, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ചോദിക്കുന്നത്. സോ ഇത് നമ്മൾ ഡേ ടു ഡേയിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്, അത് തന്നെ അങ്ങ് പറഞ്ഞാൽ മതി. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് കിട്ടുക എന്നുള്ളത് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇഫ് എനിവൺ ഈസ് ലുക്കിംഗ് ഫോർവേഡ് ടു ഗെറ്റ് എ ബാൻഡ് 6 ജോബ്, സ്റ്റാർട്ട് ഗോയിങ് ഫോർ ഇൻ്റർവ്യൂ നൗ. കാരണം നിങ്ങൾക്ക് 6 months എക്സ്പീരിയൻസ് മതി. കറൻ്റ്ലി വർക്ക് ചെയ്യുന്നിടത്ത് 6 months എങ്കിലും എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ബാൻഡ് 6 ജോബിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം, ഇഫ് യു ആർ കോമ്പീറ്റൻ്റ് ഇനഫ്. അപ്പം ജസ്റ്റ് പോയി നോക്കുക, അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ സപ്പോർട്ടിംഗ് ഡേറ്റ. നിങ്ങൾ ഇൻ്റർവ്യൂവിന് നിങ്ങൾ കയറി ഒരു ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുമ്പോൾ അതിനകത്തൊരു സപ്പോർട്ടിംഗ് ഡേറ്റ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്.
സോ അതിനകത്ത് നിങ്ങളെപ്പറ്റി തന്നെയാണ് എഴുതുന്നത്. ആൻഡ് മെയിൻലി കൊടുക്കണം എന്തൊക്കെയാണ് നിങ്ങളുടെ കേപ്പബിലിറ്റീസ്, വൈ ദേ ഷുഡ് ഗിവ് യു ദ ജോബ്, അത് അവർക്ക് ക്ലിയർ ആയിരിക്കണം. സോ നിങ്ങളെ തന്നെ നല്ല രീതിയിൽ അതിനകത്ത് നിങ്ങൾ മെൻഷൻ ചെയ്യണം. നിങ്ങളെ തന്നെ നല്ല രീതിയിൽ ഒരൊറ്റ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങളെ തന്നെ വെക്കണം. അതാണ് മെയിനായിട്ട്. സോ നല്ലൊരു സപ്പോർട്ടിങ് ഡേറ്റ വേണം. അതിനൊക്കെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കേപ്പബിൾ ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഈ ഗ്രൂപ്പിൽ തന്നെ ഉണ്ട്, ഒരുപാട് സീനിയേഴ്സ്. സപ്പോർട്ടിങ് ഡേറ്റ എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ആൾക്കാർ. സോ ആ ഒരു ഹെൽപ്പിൻ്റെ ഒക്കെ ബേസിലാണ് നല്ല സപ്പോർട്ടിങ് ഡേറ്റ വെച്ച് പോയിട്ടുള്ളത്. ഞാൻ എൻ്റെ മാനേജേഴ്സ്, ഇപ്പോൾ ഞാൻ ബാൻഡ് 6 ആയി കഴിയുമ്പം പുതിയ ബാൻഡ് 5 ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വരുമ്പോൾ അവർ ആപ്ലിക്കേഷൻസ് നമ്മളെ കാണിക്കും. ചില സപ്പോർട്ടിങ് ഡേറ്റയൊക്കെ ഐ എം ഇൻട്രസ്റ്റഡ് ടു വർക്ക് ഇൻ കാത്ത് ലാബ്, അതൊരു സപ്പോർട്ടിങ് ഡേറ്റ അല്ല. അപ്പം തന്നെ അവർ റിജക്റ്റ് ചെയ്യും അതൊക്കെ. അങ്ങനെയുള്ള നിങ്ങളെ പറ്റിയുള്ള കാര്യങ്ങൾ, ചിലപ്പോൾ നിങ്ങളുടെ ലിമിറ്റേഷൻസ് ആയിരിക്കും. ഇന്നതാണ് ലിമിറ്റേഷൻസ്, അത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടാണ് ഞാൻ നോക്കുന്നത്. അതെല്ലാം മെൻഷൻ ചെയ്ത്, അതുപോലെ തന്നെ നിങ്ങൾ ഏത് രീതിയിലുള്ള എൻവയോൺമെൻറ്റിലാണ് നിങ്ങൾക്ക് വർക്ക് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ഇതുവരെ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുകൂടാതെ നിങ്ങൾക്ക് കോഴ്സ് അവൈലബിലിറ്റീസ്, NHS വർക്ക് ചെയ്യുന്നവർക്ക് യൂണിവേഴ്സിറ്റി കോഴ്സസ് ചെയ്യാനുള്ള അവൈലബിലിറ്റി ഒരുപാടുണ്ട്. യു ജസ്റ്റ് നീഡ് ടു ലയേഴ്സ് വിത്ത് യുവർ PDN. സോ ഞാനിപ്പോൾ ചെയ്തത് എവിഡൻസ് ബേസ്ഡ് കാർഡിയോളജി നഴ്സിംഗ്, കാർഡിയാക് നഴ്സിംഗ് എന്ന് പറഞ്ഞിട്ടൊരു കോഴ്സ് ചെയ്തത്. ഇറ്റ് വാസ് വെരി വെരി യൂസ്ഫുൾ ആൻഡ് വെരി വെരി ക്ലോസ് ടു മൈ ക്ലിനിക്കൽ ഏരിയ. സോ അത് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കോഴ്സസ് ഒക്കെ ചെയ്യുക. ഇപ്പം BSc കഴിഞ്ഞ് വന്നിട്ടുള്ളവർക്ക് അതൊരു മാസ്റ്റേഴ്സ് ലെവലിൽ ഈ കോഴ്സ് ചെയ്യാൻ പറ്റും. ഇപ്പം ഹാൻഡ് 6 ലെവലിലുള്ള കോഴ്സാണ് നമ്മൾ നോർമലി അപ്ലൈ ചെയ്യുന്നത് യൂണിവേഴ്സിറ്റിയിലോട്ട്. പക്ഷെ അവിടെ കോഴ്സിന് എന്ന് പറയാം, ഓൾറെഡി BSc കഴിഞ്ഞ് ഡിഗ്രിയിലുള്ളവർക്ക് ഡിഗ്രി ലെവലിൽ അത് എടുക്കേണ്ട കാര്യമില്ല. യു ക്യാൻ ടേക്ക് ഇറ്റ് ലൈക്ക് ഇൻ എ മാസ്റ്റേഴ്സ് ലെവൽ, അല്ലെങ്കിൽ ഹാൻഡ് 7 ലെവലിലേക്ക് അത് എടുക്കാൻ പറ്റും. അതിൻ്റെ സർട്ടിഫിക്കറ്റ് പിന്നീട് നമുക്ക് പല കോഴ്സ് ചെയ്ത് നിങ്ങൾക്കൊരു മാസ്റ്റേഴ്സ് ലെവലിലോട്ട് എത്താൻ പറ്റും, അതിനെയും ചെയ്യുന്നുള്ളവർ. അതുകൂടാതെ ചെയ്യേണ്ട കാര്യങ്ങൾ ഈ സപ്പോർട്ടിംഗ് ഡേറ്റ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഹെൽപ്പ് ചോദിക്കാം സീനിയേഴ്സിൻ്റെ അടുത്ത്. കൂടുതൽ ഇപ്പം മലയാളികളുടെ അടുത്ത് തന്നെ ചോദിക്കാനൊന്നും ഞാൻ പറയത്തില്ല. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള അടുത്ത്, സീനിയർ ആയിട്ടുള്ള ഹെൽപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് കേപ്പബിൾ ആണെന്ന് തോന്നുന്നവരടുത്ത് ഹെൽപ്പ് ചോദിക്കുക. ഇങ്ങനെ ഇൻ്റർവ്യൂവിന് പോകുന്ന കാര്യമൊന്നും സീക്രട്ടായിട്ട് വെക്കേണ്ട കാര്യമില്ല. ഇപ്പം ഞാൻ ആരോടും പറയുന്നില്ല, കിട്ടിയെങ്കിലും നാണക്കേടാവുമല്ലോ എന്ന് ഓർത്തുന്നു. അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. ഗെറ്റ് ഹെൽപ്പ് ഫ്രം എവ്രി വേ ദറ്റ് യു ക്യാൻ. അങ്ങനെ പറ്റുന്ന ഒരുപാട് പേര് ഈ ഗ്രൂപ്പിലുമുണ്ട്. പിന്നെ ഞാൻ ഫസ്റ്റ് ഇൻ്റർവ്യൂവിന് പോയപ്പം ചില ക്വസ്റ്റ്യൻസൊക്കെ അവർ ചോദിച്ചപ്പം ഐ വാസ് ലൈക്ക് എ ബിറ്റ് ഓഫ് ബ്ലാങ്ക്. പെട്ടെന്നൊരു ആൻസർ കിട്ടത്തില്ല അതിനൊന്നും. ചിലപ്പോൾ ഫീൽ ചെയ്യും എല്ലാ ക്വസ്റ്റ്യനും ഞാൻ ഒരേപോലത്തെ ആൻസർ ആണല്ലോ കൊടുക്കുന്നത്. കാരണം അവർ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഇപ്പം കെൻ യു ഡിസ്ക്രൈബ് അബൌട്ട് എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ദാറ്റ് യു മാനേജ്ഡ്, അങ്ങനെ ചോദിച്ചു. ഞാനൊരു ആൻസർ കൊടുത്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കെൻ യു ടെൽ മീ അബൌട്ട് എ സിറ്റുവേഷൻ വൈ യു ഷോഡ് യുവർ ലീഡർഷിപ്പ്. എൻ്റെ മനസ്സിൽ ആ സെയിം സിറ്റുവേഷൻ ആയിരിക്കും ഞാൻ എൻ്റെ ലീഡർഷിപ്പ് ക്വാളിറ്റിയും കാണിച്ചിരിക്കുന്നത്. അപ്പോൾ സംടൈംസ് യു ഹാവ് ടു യു ഫീൽ ലൈക്ക് യു ആൻസറിങ് ദ സെയിം, giving the same answer to every question. പക്ഷേ it doesn't matter if it is appropriate to the question, it doesn't matter. അതല്ല, നിങ്ങൾക്ക് ഇപ്പോൾ പെട്ടെന്ന് ചോദിച്ചൊരു ക്വസ്റ്റിന് ആൻസർ ഒന്നും വരുന്നില്ല. You can politely ask your interviewers that can we get back to that question a bit later, അല്ലെങ്കിൽ ലാസ്റ്റിലേക്ക് ക്വസ്റ്റ്യൻ മാറ്റി വെക്കാൻ പറ്റുമോ, അത് പൊളൈറ്റായിട്ട് ആൻസർ ചെയ്യുക. കാരണം മോസ്റ്റ് ഓഫ് ദ ഇൻ്റർവ്യൂസിൽ ഈ സിറ്റുവേഷണൽ അല്ലെങ്കിൽ സിനാരിയോ ക്വസ്റ്റ്യൻസ് തരുമ്പോൾ നമുക്ക് ഒരു 5 to 10 minutes നമുക്കൊരു പ്രിപ്പറേഷൻ ടൈം തരാറുണ്ട്. നോർമലി എൻ്റെ ബാൻഡ് 6 ഇൻ്റർവ്യൂവിനൊന്നും അങ്ങനെ ഒരു പ്രിപ്പറേഷൻ ടൈം ഇല്ലായിരുന്നു. അങ്ങനെ ടൈം അവർ പറയത്തില്ല എടുത്തോളാൻ. ഇപ്പം നമ്മളങ്ങനെ പറയാത്ത സ്ഥിതിക്ക് ഒരുപാട് നേരം ആലോചിച്ചുകൊണ്ടിരിക്കുമ്പം ഇറ്റ് ഗെറ്റ്സ് ഓക്വേർഡ്. സോ യു ക്യാൻ ആസ്ക് ദെം കെൻ ഐ തിങ്ക്, അല്ലെങ്കിൽ ഇച്ചിരി നേരം നോക്കിക്കോട്ടെ എന്നൊക്കെ നമുക്ക് ചോദിക്കാം. അങ്ങനെയുള്ള ചോയ്സസ് ഉണ്ട്. അത് നമ്മൾ ചോദിക്കുക, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അത് പ്രൊഫഷണലായിട്ട് പൊളൈറ്റായിട്ട് ചോദിക്കുക എന്നുള്ളൊരു കാര്യം കൂടെ അതിനകത്തുണ്ട്. ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം നോക്കി നമ്മൾ മടി പിടിച്ചിരുന്നിട്ട് കാര്യമില്ല. ഞാൻ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ചിലരോടൊക്കെ ചോദിച്ചിട്ടുണ്ട്, എന്താ ഇത്ര നാളായിട്ട് ബാൻഡ് 6 അപ്ലൈ ചെയ്യാത്ത. ഒരു ഇൻ്റർവ്യൂസ് വരുമ്പോൾ പോലും അവർ അപ്ലൈ ചെയ്യുന്നില്ല. പിന്നെ അവർ പറയും, അയ്യോ ഇല്ല, എനിക്ക് അത്ര റെസ്പോൺസിബിലിറ്റി എനിക്ക് എടുക്കാൻ പറ്റത്തില്ല, ഐ ഡോണ്ട് വോണ്ട് ടു ബി എ ബാൻഡ് 6. അപ്പം അങ്ങനെയുള്ള കേസിൽ നമുക്കൊന്നും ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല. സോ നിങ്ങൾക്കൊരാഗ്രഹം വേണം. ആ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ
എന്താ ഹാർഡ് വർക്ക് ചെയ്യുകയും വേണം. ഇപ്പോൾ ഫസ്റ്റ് ടൈം കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഡെസ്പറേറ്റ് ആകേണ്ട കാര്യമില്ല. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ഞാൻ പറഞ്ഞാൽ ഇറ്റ് ഈസ് ഗുഡ് ആദ്യത്തെ തവണ കിട്ടാതിരിക്കുന്നത്. അതിൽ കിട്ടുവാണെങ്കിൽ ഇറ്റ് ഈസ് ഗുഡ്. എനിക്ക് പക്ഷേ സെക്കൻഡ് ടൈം ഞാൻ ഇൻ്റർവ്യൂ ചെയ്തപ്പം എനിക്ക് പേഴ്സണലി ഐ ഫെൽറ്റ് വെരി പ്രൗഡ് ഓഫ് മൈസെൽഫ്. കാരണം ഞാൻ ആദ്യം കൊടുത്ത ആൻസേഴ്സ് വെച്ച് ഞാൻ തന്നെ കമ്പയർ ചെയ്തപ്പോൾ ഇറ്റ് വാസ് വെരി ബെറ്റർ. കാരണം നിങ്ങളൊരു ബാൻഡ് 6 ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഒരു ബാൻഡ് 5നെ പോലെ ആൻസർ കൊടുത്തിട്ട് കാര്യമില്ല. യു നീഡ് ടു തിങ്ക് ലൈക്ക് എ ബാൻഡ് 6. ഇപ്പോൾ എന്താ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ഉണ്ടായി, ഹൗ വിൽ യു മാനേജ് ഇറ്റ്? നോർമലി ഒരു ബാൻഡ് 5 ആസ് എ ബാൻഡ് 5 ലെവൽ ഞാൻ എന്ത് ചെയ്യും? ഐ വിൽ മേക്ക് ഷുവർ ദ പേഷ്യൻ്റ് ഈസ് ഓക്കെ ആൻഡ് ഐ വിൽ എസ്കലേറ്റ്. ഇവിടെ തീരും. എസ്കലേഷൻ കഴിഞ്ഞാൽ ബാൻഡ് 5ൻ്റെ ജോബ് തീരും, അവർ എസ്കലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. സോ അങ്ങനല്ല. ഇപ്പം ആസ് എ ബാൻഡ് 6 റോളിൽ ഇരിക്കുമ്പോൾ നമ്മുടെ അടുത്താണ് എസ്കലേറ്റ് ചെയ്യാൻ വരുന്നത്. സോ ഫർദർ എസ്കലേഷൻ ഈസ് പോസിബിൾ ഇൻ സർട്ടൻ കേസസ്. പക്ഷേ നമ്മുടെ അടുത്ത് എസ്കലേറ്റ് ചെയ്താൽ നമുക്ക് മാനേജ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനെപ്പറ്റി ആയിരിക്കണം നമ്മളവിടെ സംസാരിക്കുന്നത്. ഇപ്പോൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ താങ്കൾ നോട്ടീസ് ചെയ്തു ഒരാൾ വെരി അണ്ടർ പെർഫോമിംഗ് ആണ്, എത്ര നാൾ ഒരു 6 months ആയിട്ടും ഒന്നും ആവുന്നില്ല. സോ ദാറ്റ് നീഡ്സ് ടു ബി അഡ്രസ്ഡ്. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ ആസ് എ ബാൻഡ് 5 ഞാൻ നമുക്ക് ആൻസർ കൊടുക്കാം. ഞാൻ എസ്കലേറ്റ് ചെയ്യും, ഞാൻ എൻ്റെ മാനേജറിനോട് പറയും, അല്ലെങ്കിൽ PD എന്നോട് പറയും എന്നുള്ളത്. സോ ആസ് എ ബാൻഡ് 6 യു ആർ എ ടീം ലീഡർ. ബിഫോർ നമ്മൾ പോകുന്നതിന് മുന്നേ യു ഹാവ് ദ റെസ്പോൺസിബിലിറ്റി ടു സിറ്റ് ഡൗൺ വിത്ത് ദാറ്റ് പേഴ്സൺ. ഇപ്പോൾ എൻ്റെ ടീമിന് അണ്ടറിലുള്ള ഒരാളാണെങ്കിൽ നമുക്കൊരു ടൈം ഫ്രെയിം ക്രിയേറ്റ് ചെയ്യാം. ആ പേഷ്യൻ്റ് പേഴ്സണായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് വെക്കുക. അപ്പോൾ 3 months നമുക്ക് ഇന്ന രീതിയിലൊന്ന് ചെയ്ത് നോക്കാം ആൻഡ് ലെറ്റ് സീ ഇഫ് ദർ ഇസ് എൻ ഇംപ്രൂവ്മെൻറ്റ്. ആ രീതിയിൽ നിങ്ങൾ ആൻസർ കൊടുക്കുമ്പോൾ യു ആർ തിങ്കിങ് ലൈക്ക് എ ടീം ലീഡർ. അങ്ങനെയുള്ള ആൻസേഴ്സാണ് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സോ അങ്ങനെയുള്ള ഒരു തിങ്കിങ് ഒരു ബാൻഡ് 6 രീതിയിൽ ചിന്തിച്ചിട്ട് വേണം ബാൻഡ് 6 ഇൻ്റർവ്യൂവിന് ആൻസേഴ്സ് കൊടുക്കാൻ. ആൻഡ് മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കുന്നത് യു ക്യാൻ ആൻസർ ഫ്രം യുവർ എക്സ്പീരിയൻസ്. അതുപോലെ തന്നെ കോൺഫിഡൻ്റ് ആയിട്ട് പാനിക് ആവാതെ, നമുക്ക് എല്ലാവർക്കും നോർമലി ടെൻഷൻ ഉണ്ടാവും. ഇപ്പോൾ ഈവൻ ഈ പ്രസൻറ്റേഷൻ ചെയ്യാൻ നേരം പോലും എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. സോ എക്സാമോ ഇൻ്റർവ്യൂ ഒന്നും അല്ല, പക്ഷേ അതൊരു നാച്ചുറൽ ഒരു കാര്യമാണ്. അപ്പോൾ അതൊക്കെ മറികടന്ന് വേണം നമ്മൾ ചെയ്യാനായിട്ട്. സോ ഹാർഡ് വർക്ക്. ഇപ്പോൾ ബാൻഡ് 6 ഫസ്റ്റ് ഇൻ്റർവ്യൂ എൻ്റെ കഴിഞ്ഞപ്പം എനിക്ക് ഞാൻ വളരെ പൂറായിട്ട് ആൻസർ ചെയ്ത് കുറച്ച് കാര്യങ്ങൾ എനിക്ക് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ സെക്കൻഡ് ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ ഞാൻ എൻ്റെ കൂടെയുള്ള കൊളീഗ്സിൻ്റെ അടുത്ത് തന്നെ ഞാൻ ചോദിച്ചു, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ. ഇപ്പം ദേ ആസ്ക് മീ എ ക്വസ്റ്റ്യൻ. ദിസ് വാസ് ദ ക്വസ്റ്റ്യൻ, ഇഫ് യു വുഡ് ലൈക്ക് ടു ചേഞ്ച് സംതിങ് ഇൻ ദ Cath lab, what would you change? സോ ഞാൻ ജോയിൻ ചെയ്ത് 1-1.5 വർഷം ആയിട്ടേ ഉള്ളൂ. ഇൻ മൈ ഐസ് Cath lab പെർഫെക്റ്റ് ആണ്. എനിക്കൊന്നും പറയാനില്ല എന്ത് ചേഞ്ച് ചെയ്യണം എന്നുള്ളത്. സോ ഐ വാസ് ടോട്ടലി ബ്ലാങ്ക്. പക്ഷേ സെക്കൻഡ് ടൈം ഐ വാസ് ഏബിൾ, ദേ ആസ്ക് മീ ദ സെയിം ക്വസ്റ്റ്യൻ ആൻഡ് ഐ വാസ് able to give them a very good answer, and I got my answer as a project. I can do it as a project now. So അങ്ങനെയുള്ള ഇംപ്രൂവ്മെൻറ്റ്സ് നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ കാണുമ്പോൾ നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് തന്നെ ഇൻക്രീസ് ചെയ്യും. സോ ഒട്ടും ഡെസ്പ് ആവാതെ ബാൻഡ് 6 ജോബ് 1 അല്ല 2 അല്ല 3 അല്ല എത്ര തവണ വേണമെങ്കിലും നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ യു ഗോ ഫോർ ഇറ്റ് ആൻഡ് യു വിൽ ബി ഏബിൾ ടു ഗെറ്റ് ഇറ്റ്. നല്ല രീതിയിൽ ആൻസേഴ്സ് കൊടുക്കുന്നത് ആ ഇൻ്റർവ്യൂവിന് മാത്രം ബേസിലല്ല. ഇപ്പോൾ നിങ്ങളുടെ ഡേ ടു ഡേയിൽ നിങ്ങളുടെ മാനേജേഴ്സ് കാണുന്നുണ്ട്. സോ അങ്ങനെയുള്ള അതെല്ലാം ഉണ്ട്. ആൻഡ് സപ്പോർട്ടിങ് ഡേറ്റ ഞാൻ പറഞ്ഞ പോലെ ഹെൽപ്പ് എടുക്കുക. നമുക്ക് ആലോചിക്കാൻ പറ്റാത്ത ഒരുപാട് പോയിന്റ്സ് സീനിയേഴ്സ് ആയിട്ടുള്ളവർക്ക് നമുക്ക് പറഞ്ഞു തരാൻ പറ്റും. സോ യു ക്യാൻ ഇൻകോപ്പറേറ്റ് ഈച്ച് ആൻഡ് എവറിത്തിങ്. സോ ദാറ്റ് വിൽ ഇംപ്രൂവ്. അങ്ങനെ കരിയർ ഡെവലപ്മെൻറ്റിനെ പറ്റി ഒരുപാട് പറയാനൊന്നും എനിക്കറിയത്തില്ല. ഞാനിപ്പോൾ ഈ ഒരു ലെവലിൽ എത്തിയിട്ടേ ഉള്ളൂ. ആൻഡ് ഇറ്റ് ടുക്ക് മീ ദിസ് മെനി ഇയേഴ്സ്. ഇപ്പോൾ 3.5 വർഷമായി. ഇപ്പോഴാണ് ഞാൻ ഇപ്പോൾ ബാൻഡ് 6 ലെവലിലിരിക്കുന്നു. അപ്പോൾ അത് എല്ലാവർക്കും പറ്റും അതൊക്കെ. അപ്പം ജസ്റ്റ് നീഡ് ടു വർക്ക് ഹാർഡ് ടുവേർഡ്സ് ഇറ്റ്. ഐ തിങ്ക് ഇറ്റ്സ് ബീൻ ക്വൈറ്റ് ലോങ്. മോസ്റ്റ് ഓഫ് ദ ടോപ്പിക്ക് കവർ ചെയ്തു. ഇപ്പം എനിക്ക് കമൻസ് നോക്കി പ്രസൻറ്റേഷൻ ചെയ്യാനായിട്ട് എനിക്ക് അത്ര കേപ്പബിൾ അല്ല ഞാൻ. സോ ഐ വിൽ ലുക്ക് ഇൻ ടു ദ കമൻസ് and the questions, and if I can I will answer it into the comment box later on.
ഐ തിങ്ക് കാത്ത് ലാബിനെ പറ്റിയും കാത്ത് ലാബിൽ എന്ത് നടക്കുന്നു, കാത്ത് ലാബിൽ ഒരു നഴ്സ് എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റിയുള്ളൊരു ഐഡിയ എല്ലാവർക്കും കിട്ടിയെന്ന് ഞാൻ ഓർക്കുന്നു. ബിക്കോസ് ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം വാർഡിൽ നിന്ന് ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. എല്ലാവർക്കും ഒരുപാട് ക്വസ്റ്റ്യൻസും ഉള്ള ഏരിയയാണ്. സോ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കാത്ത് ലാബ് നഴ്സസിനെ കോൺടാക്ട് ചെയ്യാം. എന്തെങ്കിലും നിങ്ങളൊരു പേഷ്യൻറ്റിനെ കാത്ത് ലാബ് പ്രൊസീജിയറിന് പ്രിപ്പയർ ചെയ്യുമ്പം ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ആസ്ക് ദം ഹൗ ഈസ് ഇറ്റ്. ആൻഡ് ബിക്കോസ് ഓഫ് കോവിഡ് വന്നതിന് ശേഷം ഒരുപാട് ചേഞ്ചസ് ഉണ്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ. ഇത്രയും ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത് what we used to do before the pandemic. So hopefully everything will settle down and we will get back to normal. So അതുകൊണ്ടാണ് ഞാൻ പഴയ കാര്യങ്ങൾ തന്നെ പറഞ്ഞത്. ആ രീതിയിൽ തിരിച്ചു വരണം എന്നാണ് എനിക്കും ആഗ്രഹം. സോ അറ്റ് ദ മൊമെൻറ്റ് നമുക്ക് ഒത്തിരി ലെസ്സാണ് ഇലക്റ്റീവ് കേസസ് വരുന്നത്. ട്രീറ്റ് ആൻഡ് റിട്ടേൺസ് നമ്മൾ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. എമർജൻസീസും ഒരു കുറവുമില്ലാതെ നമുക്ക് വരുന്നുണ്ട്. സോ ഇലക്റ്റീവ് കേസസിനെ മാത്രം ഒരു 3 to 4 കേസസ് ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. വി യൂസ് ടു ഡു 10 to 15 പേഷ്യൻസ് എ ഡേ. അപ്പോൾ അത്രയും വേരിയേഷൻ ഉണ്ട്. അപ്പോൾ ഒത്തിരി ബാക്ക്ലോഗിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അഗൈൻ ഇപ്പോഴും നഴ്സസിൻ്റെ റെസ്പോൺസിബിലിറ്റി കൂടിയിട്ടേ ഉള്ളൂ. യു ഹാവ് ടു ഡു ദ പ്രീ അസസ്മെൻറ്റ്. പേഷ്യൻസിന് വീട്ടിൽ നിന്ന് വരുന്ന പേഷ്യൻസ് എല്ലാവരും സ്വോബ്ഡ് ആയിരിക്കണം, നെഗറ്റീവ് സ്വോബ് ഉള്ളവരായിരിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫോൺ കോൾസ് too many times you have to call the patients and make sure that they are okay to come to the hospital. And അതുപോലെ തന്നെ അവർ തിരിച്ചു പോയിട്ടും നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് ഇഫ് ദേ ആർ ഓക്കെ. അങ്ങനെയുള്ള ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഇപ്പോൾ കൂടി വന്നിട്ടുണ്ട്. സോ ഐ ഹോപ്പ് ഐ കവേർഡ് ഓൾ ദ ആസ്പെക്ട്സ് ആൻഡ് ഐ ഹോപ്പ് ഇറ്റ് വാസ് യൂസ്ഫുൾ. താങ്ക് യു സോ മച്ച് ഫോർ ലിസ്ണിങ്. ആൻഡ് എല്ലാവർക്കും ഇൻഫർമേഷൻസ് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. Thank you so much. And Jobi Chetta, thank you for giving me the opportunity. I'm a new face to everyone, so thank you.